ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സിന്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. കൂടെയുള്ളത് ഞങ്ങളുടെ റിസർച്ച് ഹെഡ് ആയിട്ടുള്ള സൂരജ് നായർ സാറാണ്. സർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. യെസ്, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും കഴിഞ്ഞ ഒരു ദിവസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു മാസമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് താരിഫ് 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 എന്ന് പറയുന്ന ഒരു 3 വാക്കുകളിലേക്ക് ലോകം ചുരുങ്ങുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണുന്നത്. ഏതായാലും അതിൽ ഒരു അന്തിമ തീരുമാനങ്ങൾ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും 180-ലധികം രാജ്യങ്ങളിലേക്ക് ട്രംപിന്റെ ഒരു താരിഫ് ആഘാതം ഏറ്റിരിക്കുകയാണ്. കണക്കുകൾ നോക്കുന്ന സമയത്ത് ഇന്ത്യക്ക് മേലുള്ള ട്രംപിന്റെ ഒരു താരിഫ് പ്രതീക്ഷിച്ചതിലും കൂടുതലായിരുന്നു എങ്കിൽ തന്നെയും പക്ഷേ ചൈനയ്ക്ക് ചുമത്തിയ 54%, അതായത് നേരത്തെ ഉണ്ടായിരുന്ന 20%, പുതിയതായി ഏർപ്പെടുത്തിയ 34% താരിഫിനേക്കാൾ അല്പം ഇന്ത്യക്ക് ഒരു ആശ്വാസം ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ഇനി മറ്റ് രാജ്യങ്ങൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വിയറ്റ്നാം, ബംഗ്ലാദേശ്, തായ്ലൻഡ് എന്നീ രാജ്യങ്ങൾക്കും കനത്ത ആഘാതം തന്നെ ഉണ്ടായിരിക്കുകയാണ്. ഏതായാലും ട്രംപിന്റെ താരിഫ് നടപടികൾ ആഗോള വിപണികളിൽ, പ്രത്യേകിച്ച് അമേരിക്കൻ വിപണിയിൽ തന്നെയാണ് ഏറ്റവും അധികം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 2020 ശേഷം, കൃത്യമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ സിംഗിൾ ഡേ ലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് വാൾ സ്ട്രീറ്റ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള ഒരു ഇടിവ് ഇന്നലെയാണെങ്കിലും നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ഒരു നെഗറ്റീവ് നോട്ടിലാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. 6% കൂടുതലുള്ള ഒരു ഇടിവ് നമ്മുടെ ആഭ്യന്തര വിപണിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും നമുക്ക് നിലനിൽക്കുന്ന ഒരു ചോദ്യം എന്ന് പറയുന്നത്, ട്രംപിന്റെ താരിഫ് വിപണികൾ ആഗോള വിപണികളെ ട്രംപിന്റെ താരിഫ് നടപടികൾ ആഗോള വിപണികളെ പിടിച്ചുലച്ചപ്പോഴും ഇന്ത്യൻ വിപണിക്ക് എങ്ങനെ പിടിച്ചു നിൽക്കാനായി എന്നുള്ള ഒരു ചോദ്യം അവിടെ പ്രസക്തമല്ലേ സാർ? ജാസ്മിൻ, ഇപ്പോൾ നമ്മൾ ഇന്നലെ വളരെ ക്ലിയർ ആയിട്ട് നമ്മളൊരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ഇന്നലെ മാർക്കറ്റിൽ ശരിക്കും പറഞ്ഞാൽ പ്രീ ഓപ്പണിൽ ഏതാണ്ട് ഒരു 250 പോയിന്റ്സ് ഒക്കെ നിഫ്റ്റി ഡൗൺ ആയിട്ടാണ് കാണപ്പെട്ടത്. എന്നാൽ മാർക്കറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും ഏതാണ്ട് നമ്മൾ ഈ പല രീതിയിലും ചാനലുകൾ ഓരോ രീതിയിൽ അത് ഇൻ്റർപ്രറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്കും അത് ഏതാണ്ട് ഒരു 60-70 പോയിന്റ്സ് മാത്രം വെച്ചിട്ടാണ് ക്ലോസ് ചെയ്തത്. ഒരു നെഗറ്റിവിറ്റിയിലാണ് ക്ലോസ് ചെയ്തത്. അപ്പോഴേ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് നമ്മൾ ഇന്നലെ ഈ ഓപ്പണിംഗ് അവർ പരിപാടി നടത്തുമ്പോഴും മാർക്കറ്റ് നന്നായിട്ട് റിക്കവർ ചെയ്തിരുന്നു. ഏതാണ്ട് 100 പോയിന്റ്സിന് താഴെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ ഫോൾ. പക്ഷേ എങ്കിലും നമ്മളൊന്ന് വാൺ ചെയ്തിരുന്നു, അതായത് നമ്മൾ കോഷൻ ചെയ്തിരുന്നു. വാർണിംഗ് അല്ല, കോഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നതായിരിക്കും കറക്റ്റ്. കോഷൻ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ വളരെ ടു ഏർലി ടു കമന്റ് ആണ്. ഇന്നത്തെ റാലിയെ കുറിച്ച് ഞങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അഭിപ്രായമില്ല, എന്നാൽ നമുക്ക് നെഗറ്റീവും ഇല്ല. എടുത്തു ചാടി ഡിസിഷൻസ് എടുത്ത് മുന്നോട്ട് പോവരുത് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞിരുന്ന കാര്യം. നമ്മൾ ഇപ്പോഴും ആലോചിക്കണം, ഈ കോവിഡ് സമയത്ത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റും ഗ്ലോബൽ സ്റ്റോക്ക് മാർക്കറ്റ്സും താഴോട്ട് വീണപ്പോൾ അന്ന് ഏറ്റവും കൂടുതൽ കമന്ററി വന്നിരുന്ന ഏതാ? വീഡിയോ കോൺഫറൻസിങ് സ്റ്റോക്ക് ആയിട്ടുള്ള സൂം ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നതായിരുന്നു. അവിടുന്ന് സൂം ഇപ്പോൾ ഏതാണ്ട് ആ കോവിഡ് പീക്കിനേക്കാളും 80% ഡൗൺ ആണ്. രണ്ടാമത്, ഇനി ജനങ്ങൾ ആരും പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്യില്ല, പകരം 2 വീലേഴ്സായിട്ടും യൂസ് ചെയ്യുക എന്നുള്ളൊരു ആർഗ്യുമെന്റ് നമ്മൾ അന്ന് കീപ്പ് ചെയ്തിരുന്നു. എന്നാൽ 2 വീലർ ഇൻഡസ്ട്രി വളരെ താമസിച്ചാണ് റിക്കവർ ചെയ്തെന്നുള്ളത്. അപ്പം നമ്മൾ ഈ ഹേസ്റ്റി ആയിട്ട് ചില ഡിസിഷൻസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റ് ആവണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇത് വലിയൊരു റീസെറ്റാണ് ഗ്ലോബൽ എക്കണോമിയിൽ സംഭവിച്ചത്. ആക്ച്വലി എന്താ പറയുക, നമ്മളൊരു കമ്പ്യൂട്ടർ റീബൂട്ട് ചെയ്യില്ലേ, ആ റീബൂട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ നമ്മൾ ഇന്നലെയും പറഞ്ഞു വെച്ചിരുന്നു, 8 ഡെക്കേഡ്സ് 80-ൽ പരം കൊല്ലങ്ങൾ ആയിരുന്ന ഒരു മാനുഫാക്ചറിങ് പോളിസിയാണ് US മാറ്റിയിരിക്കുന്നത്. ആ US അത് മാറ്റുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ റിപ്പർക്കഷൻസ് അത് നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും അല്ല നമ്മൾ പറയും. പക്ഷെ ഒരു വേൾഡ് ഓർഡറും ദ വേ വി ഡു ബിസിനസ്, ദ വേ ദ വേൾഡ് ഡസ് ദ ട്രേഡിംഗ്, ഇതെല്ലാം നല്ല രീതിയിൽ മാറുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട് വളരെ സൂക്ഷിച്ച് വേണം ഇതിനെ ഹാൻഡിൽ ചെയ്യാനെന്ന് നമ്മൾ അന്നും പറഞ്ഞു. കാര്യം ഇന്ത്യയെ സംബന്ധിച്ച് 2 കാര്യങ്ങൾ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പോസിറ്റീവായിട്ടും ഒരുപാട് കാര്യങ്ങൾ നെഗറ്റീവായിട്ടും വരുന്നുണ്ട്. നമുക്ക് ആദ്യം തന്നെ ഒരു ബേസ് കേസ് നോക്കാം. ബേസ് കേസ് ജാസ്മിൻ, നമ്മുടെ എല്ലാവരുടെയും വയസ്സ് 5 കൊല്ലം കുറയ്ക്കുകയാണെങ്കിൽ ഞാനും 5 കൊല്ലം ചെറുപ്പമായി, ജാസ്മിനും 5 കൊല്ലം ചെറുപ്പമായി, നമ്മുടെ പ്രേക്ഷകരും 5 കൊല്ലം ചെറുപ്പമായി അല്ലേ? ഇപ്പൊ US എന്താ ചെയ്തേക്കണേ? US വരുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ ഇമ്പോർട്ട്സിന്റെയും ടാരിഫ് ഭയങ്കരമായിട്ട് കൂട്ടി. ചില കൺട്രികൾക്ക് കൂടുതൽ, ചില കൺട്രികൾക്ക് കുറച്ച് കുറവ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ബട്ട് എന്നെ സംബന്ധിച്ച് ഞാൻ വ്യക്തിപരമായിട്ട് പറയണേ, വലിയ മാറ്റങ്ങളൊന്നും വന്നൊന്നുമില്ല. കാര്യം എല്ലാവർക്കും എല്ലാം കൂട്ടിയപ്പോൾ അത് വേൾഡ് വീണ്ടും കോൺസ്റ്റന്റിലേക്ക് തന്നെ വന്നു എന്നുള്ളതാണ് കാര്യം. പിന്നെ വേറൊരു കാര്യം നമ്മൾ അതിനകത്തൊരു നല്ലൊരു സിൽവർ ലൈനിങ് കാണുന്നതെന്ന് വെച്ചാൽ, നമ്മളെക്കാട്ടിലും കൂടുതൽ ഇമ്പോർട്ട് ടാരിഫ് മറ്റുള്ള കൺട്രിക്ക് വച്ചത് കാരണം ചില സെക്ടേഴ്സ് നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ട് വരും. നമ്മൾ അതാണല്ലോ ഇന്നലെ ഈ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ കണ്ടത്. പിന്നെ ചില ഇൻഡസ്ട്രികൾക്ക് തീർച്ചയായിട്ടും ഒരു ടാരിഫ് വച്ചിട്ടുമില്ല. അത് ഈ കെമിക്കൽ പോലത്തെ ഫാർമ പോലത്തെ സെക്ടറുകൾ, പിന്നെ ഇലക്ട്രോണിക്സ്,
സെമി കണ്ടക്ടേഴ്സ്, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതിനൊന്നും വലിയ ചേഞ്ചും വന്നിട്ടില്ല. അപ്പൊ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്, നമ്മളെ സംബന്ധിച്ച് US പ്രശ്നങ്ങൾ കഴിഞ്ഞു, ഇന്നലത്തോടു കൂടി അതിന്റെ ന്യൂസ് വാല്യൂ കഴിഞ്ഞു. ഇനി അത് ഡിസ്കഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കമ്പനികളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളെ സംബന്ധിച്ച് രണ്ട് രീതിയിലാണ് ഇത് അഫക്ട് ചെയ്യണത്. ഓഫ് കോഴ്സ് ഈ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചില കൺട്രി വെച്ച് താരതമ്യേന നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഗാർമെന്റ് പോലത്തെ ഇൻഡസ്ട്രികളിൽ നമുക്ക് ചിലപ്പോൾ ബെനിഫിഷ്യൽ ആയേക്കാം. അവിടെ ഗവൺമെന്റ് എന്താ ചെയ്യേണ്ടത്? ഗവൺമെന്റ് വന്ന് അങ്ങനത്തെ കമ്പനികൾക്ക്, കാര്യം ഗവൺമെന്റിന്റെ ഒരു ഇറ്റ് ഈസ് ഹാർഡ് ടു ബി ഇൻ ഗവൺമെന്റ് റൈറ്റ് നൗ. ഇപ്പോഴത്തെ ഏറ്റവും ടഫസ്റ്റ് ജോലി ഏതാണെന്നറിയോ? ഗവൺമെന്റ് ജോലിയാണ്. അതിൽ ഒരു മന്ത്രി ആവുക, അല്ലെങ്കിൽ കോമേഴ്സ് മിനിസ്റ്റർ ആവുക, ട്രേഡ് മിനിസ്റ്റർ ആവുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ കാര്യം. ഇതിനൊരു ബാലൻസിങ് ആക്ട് ഉണ്ട്. അതായത് ഇന്ത്യ പൊതുവെ ഒരു ഡൊമസ്റ്റിക് എക്കണോമി ആണല്ലോ, എന്നാൽ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ്സും മാനുഫാക്ചറിങ് കൊണ്ടുവരികയും വേണം. ഈ ഡൈലമയിലാണ് ഇന്ത്യ പോലത്തെ ഒരു കൺട്രി നിൽക്കുന്നത്. അപ്പൊ നമ്മളിപ്പോൾ എന്താ ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു പ്രോബ്ലം വന്നു. അതായത് നമുക്കും ടാരിഫ് വന്നു, ബംഗ്ലാദേശിനും വിയറ്റ്നാമിനും ചൈനയ്ക്കും വന്നു, എന്നാൽ മറ്റുള്ള രാജ്യങ്ങളെക്കാളും നമുക്ക് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പൊ ഇന്ത്യൻ കമ്പനീസിന്റെ എക്സ്പോർട്ട് കോമ്പറ്റീറ്റീവ്നെസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇന്ത്യൻ ഗവൺമെന്റ് എന്തൊക്കെ റിഫോംസ് അവിടെ കൊണ്ടുവരുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറയുന്നത് ഗാർമെന്റ് ഒരു എക്സാമ്പിൾ മാത്രമേ എടുത്തുന്നുള്ളൂ. പല ജെംസ് ആൻഡ് ജ്വല്ലറി ഉണ്ട്, അല്ലെങ്കിൽ മാനുഫാക്ചറിംഗ് തന്നെ പല കാര്യങ്ങളുണ്ട്, ഓട്ടോമൊബൈൽ കമ്പോണൻസിന്റെ കാര്യത്തിലുണ്ട്. ഇതിനെയൊക്കെ PLI പോലത്തെ സ്കീംസ് അല്ലെങ്കിൽ PLI സ്കീംസിന്റെ എക്സ്റ്റൻഷൻ തന്നെ കൊണ്ടുവന്ന് ഈ ഡൊമസ്റ്റിക് കമ്പനികളെ എങ്ങനെ ചൈനയും ബംഗ്ലാദേശും വിയറ്റ്നാമും ഇന്തോനേഷ്യയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മെക്സിക്കോ ഒക്കെ ആയിട്ട് ഇടിച്ചിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മാനുഫാക്ചറിംഗ് കേപ്പബിലിറ്റി അല്ലെങ്കിൽ ഒരു എക്സ്പോർട്ട് കേപ്പബിലിറ്റി ഉണ്ടാക്കുക എന്നുള്ളത് ഗവൺമെന്റിനെ സംബന്ധിച്ച് ഒരു സൈഡിലുള്ള ചലഞ്ച്. രണ്ടാമത്തെ ചലഞ്ച് എന്താ? മറ്റുള്ള രാജ്യങ്ങളിലേക്ക് യുഎസിലോട്ടുള്ള തിരിവ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാരിഫ് കൂട്ടിയത് കാരണം അവിടെ ഒരു ഓവർ കപ്പാസിറ്റി വരാൻ ചാൻസ് ഉണ്ട്. ഈ ഓവർ കപ്പാസിറ്റി അവർ കൊണ്ടുവന്ന് എമർജിംഗ് മാർക്കറ്റ്സിൽ തള്ളാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. അപ്പൊ ഇന്ത്യയിലേക്ക് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാനുള്ള കമ്പനിക്ക് ഇൻസെന്റിവൈസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതോടുകൂടി ഡൊമസ്റ്റിക് ആയിട്ടുള്ള കമ്പനികളെ ഷീൽഡ് ചെയ്യേണ്ട ഒരു ഡബിൾ എഡ്ജ് സ്വേർഡും കൂടെയാണ് നമുക്ക് വന്നേക്കണേ. അതായത് ചീപ്പ് ഇമ്പോർട്ടുകൾ ഇന്ത്യയിലേക്ക് വന്ന് ഡംപ് ചെയ്യുകയാണെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഈ ഡൊമസ്റ്റിക് കമ്പനികൾ, ഇപ്പൊ ഒരു ഉദാഹരണം പറയുന്നത് പെറ്റ്കോക്ക് സ്റ്റീൽ ഉണ്ടാക്കണതിൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പെറ്റ്കോക്ക് എന്ന്. JSW സ്റ്റീലിന് പെറ്റ്കോക്കിന്റെ ബാക്ക് എൻഡ് ഉണ്ട്, ഈ റോ മെറ്റീരിയൽ ഉണ്ട്, എന്നിട്ട് പോലും അവർ അത് ഉപയോഗിക്കാതെ പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് വരുന്ന പെറ്റ്കോക്കാണ് അവർ യൂസ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ അത് ഈ പറഞ്ഞ പോലെ വളരെ ചീപ്പാണ്. അപ്പൊ സ്റ്റീൽ മേക്കിംഗ് വളരെ ചീപ്പാവും എന്നുള്ളതാണ്. അപ്പൊ സ്വന്തമായിട്ട് ഈ പെറ്റ്കോക്ക് ഉള്ള കമ്പനി പോലും ഈ പുറത്തുനിന്ന് ഇമ്പോർട്ടിൽ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ആ ഒരു റോ മെറ്റീരിയലിന്റെ രീതിയിൽ നമ്മൾ ഫേസ് ചെയ്യണ പ്രോബ്ലം എന്ന് ആലോചിച്ച് നോക്കുള്ളൂ. അപ്പൊ ഇന്ത്യൻ കമ്പനീസിനെ ഈ പുറത്തുനിന്നുള്ള ഡംപിങ് വരാതിരിക്കാൻ വേണ്ടി ഷീൽഡ് ചെയ്യണത് രണ്ടാമത്തെ ഒരു ചലഞ്ച്. മൂന്നാമത്തെ ഒരു ചലഞ്ച്, നമ്മളിപ്പോൾ ഈ ടാരിഫിന്റെ ബില്ലിൽ അല്ലെങ്കിൽ ആ ഓർഡറിൽ ഇപ്പൊ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യം എന്താ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇതിനകത്ത് ഇടപെടാം. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു കൺട്രി റിറ്റാലിയേറ്ററി ടാരിഫായിട്ട് വരികയാണെങ്കിൽ എനിക്ക് ഇതിനകത്തേക്ക് ഇടപെട്ട് അവർക്കുള്ള ടാരിഫ് എനിക്ക് വീണ്ടും ഇൻക്രീസ് ചെയ്യാം. സൈമിൾട്ടേനിയസ്ലി ഏതെങ്കിലും കൺട്രികൾ ഞങ്ങളുടെ ഇമ്പോർട്ട്സിന് ഇൻസെന്റീവ്സ് തരുകയാണ് എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ആ കൺട്രിയുടെ ടാരിഫ് കുറച്ചു കൊടുക്കാനും തയ്യാറാണ്. ഓക്കെ, അപ്പൊ ഇന്ത്യയാണ് പ്രോബബ്ലി എല്ലാ കൺട്രീസിനും ഇതിന് സ്റ്റേറ്റ്മെന്റ് പറയുക, റിറ്റാലിയേറ്ററി ടാരിഫ് കൊണ്ടുവരുന്നു പറയുക, അല്ലെങ്കിൽ ഇത് ശരിയല്ലെന്ന് പറയുക, ഇതൊട്ടും ഹ്യൂമൻ അല്ല, ഇതൊട്ടും ഫ്രണ്ട്ലി അല്ല എന്നൊക്കെ പറയുമ്പോൾ ഇന്ത്യ ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. ഇന്ത്യ എന്താ ചെയ്തത്? ഇന്ത്യ ഓൾറെഡി നമ്മൾ അവരായിട്ട് ഒരു ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ഇത് വളരെ പോസിറ്റീവായിട്ടും കോമ്പീറ്റന്റ് ആയിട്ടും എടുത്തത് നമ്മുടെ ഇവിടെ ട്രേഡ് മിനിസ്ട്രി, നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ കോമേഴ്സ് ആൻഡ് ട്രേഡ് മിനിസ്റ്റർ, നമ്മുടെ ട്രേഡ് മിനിസ്ട്രി ഒഫീഷ്യൽസ്, ഫിനാൻസ് മിനിസ്ട്രി ഒഫീഷ്യൽസ് എല്ലാം ഒരു ഡിസ്കഷൻ, ഈവൻ ഒരു വാർ റൂം പോലും തുടങ്ങിയിട്ടുണ്ട് ഇത് പഠിക്കാൻ എന്നാണ്. ഇത് മാത്രമല്ല സൈമിൾട്ടേനിയസ്ലി മറ്റുള്ള രാജ്യങ്ങളായിട്ട് EU ആയിട്ട് അല്ലെങ്കിൽ ചൈന ആയിട്ട് അല്ലെങ്കിൽ ന്യൂസിലൻഡ് ആയിട്ട് ഓസ്ട്രേലിയ ആയിട്ട് നമ്മൾ ബൈലാറ്ററൽ ട്രീറ്റി ഒരു ട്രേഡ് എഗ്രിമെന്റിന് വേണ്ടി നമ്മൾ ഡിസ്കസും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഇടയിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഈ പറയുന്ന പോലെ ശരിക്കും വളരെ സെൻസിറ്റീവായിട്ട് ഇത് ഹാൻഡിൽ ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ എന്നുള്ളത്. ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ US പല ഇമ്പോർട്ടുകൾക്കും ടാരിഫ് കുറച്ചു കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടല്ലോ. ഏതാണ്ട് സെപ്റ്റംബർ ഒക്ടോബർ കൂടി ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ് നമ്മൾ US ആയിട്ട് സൈൻ ചെയ്യുന്നതാണ്. അത് നമ്മൾ സൈൻ ചെയ്ത് കുറച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഇമ്പോർട്ട് ടാരിഫ് ഉണ്ടല്ലോ 27 എന്ന് പറഞ്ഞത് കുറഞ്ഞു കിട്ടാൻ ചാൻസ് ഉണ്ടെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ ആ പോസിറ്റീവ് അത് നിലനിൽക്കുമ്പോൾ തന്നെ കുറച്ച് അമേരിക്കൻ ഗുഡ്സിനെ നമ്മുടെ ഇന്ത്യൻ എക്കണോമിയിലേക്ക് കയറ്റണം. ആ അമേരിക്കൻ ഗുഡ്സ് എന്ന് പറയുന്നത് ഏതാ? ഓയിൽ ആൻഡ് ഗ്യാസ്. അവിടെ ഇപ്പം നമുക്ക് വലിയ പ്രോബ്ലം ഇല്ലാന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. ഓക്കെ, രണ്ടാമത് ഈ പറയുന്ന പോലെ എന്താണ് ഈ പറഞ്ഞ ലിക്കർ, അതേപോലെ ഡയറി പ്രോഡക്ട്സ്,
അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്, ഇതിന് ഇന്ത്യ എന്ത് സ്റ്റാൻഡ് എടുക്കും എന്നുള്ളത് ഈ ഡൊമസ്റ്റിക് കമ്പനീസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മറ്റുള്ള കൺട്രീസ് എന്നുള്ള ഇമ്പോർട്ട്, ഇപ്പോൾ സ്റ്റീൽ നമ്മൾ US വളരെ കാര്യമായിട്ടൊന്നും സ്റ്റീൽ എക്സ്പോർട്ട് ചെയ്യുന്നില്ല. ബട്ട് നമ്മൾ കൂടുതലും നമ്മുടെ സ്റ്റീലൊക്കെ ഏതാണ്ട് ഡൊമസ്റ്റിക് യൂസേജിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ US ഇപ്പോൾ മറ്റുള്ള കൺട്രീസിന് ടാരിഫ് വെച്ചത് കാരണം ആ ഓവർ കപ്പാസിറ്റി ഇന്ത്യയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് രീതിയിലുള്ള ഡബിൾ എഡ്ജ് സ്വേർഡാണ് നമ്മളിപ്പോൾ മാനേജ് ചെയ്യുന്നത്. അപ്പോൾ വാട്ട് ഈസ് ദ ടഫസ്റ്റ് ജോബ് റൈറ്റ് നൗ? ബീയിങ് ദ ട്രേഡ് ആൻഡ് കൊമേഴ്സ് മിനിസ്ട്രി ഓഫ് എ കൺട്രി ലൈക്ക് ഇന്ത്യ. ഇതിപ്പോൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇന്ത്യയുടെ മാത്രം ആവശ്യമായതുകൊണ്ടാണ്. മറ്റുള്ള രാജ്യങ്ങൾക്കും ഇതിനേക്കാളും പ്രശ്നമുണ്ടെന്നുള്ള കാര്യം. ഇതിൽ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്നറിയോ, ഇപ്പം നമ്മുടെ തന്നെ ഒരു പ്രേക്ഷകൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് വാട്സപ്പിൽ ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് റഷ്യയെ ഉൾപ്പെടുത്തിയിട്ടില്ല? കാര്യം എന്ന് വെച്ചാൽ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം, ഇപ്പോൾ നമ്മുടെ ട്രംപ് ഹേർഡ് ഐലൻഡ് ആൻഡ് മക്ഡൊണാൾഡ്സ് ഐലൻഡ് എന്ന് 2 ഐലൻഡ്. ഈ ഐലൻഡ് എന്ന് ഓസ്ട്രേലിയയുടെ കീഴിലുള്ള ഒരു ഐലൻഡ്. അത് ഏതാണ്ട് ഈ അന്റാർട്ടിക്ക റീജിയനിലാണ് വരുന്നത്. അവിടെ പെൻഗ്വിൻസും സീലും മാത്രമേ ഉള്ളൂ. അവിടെയും പോലും 10% ടാരിഫ് വെച്ചു എന്നുള്ളത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇന്ന് പല പത്രങ്ങളും, ഫോറിൻ പത്രങ്ങൾ, ഇപ്പോൾ ഫിനാൻഷ്യൽ ടൈംസ് ഒക്കെ എഴുതിയിരുന്നത് ടാരിഫ് ഓൺ പെൻഗ്വിൻസ് ആൻഡ് സീൽസ് എന്നാണ് പറയുന്നത്. അവിടെ ഒരു ഹ്യൂമൻ ഇൻഹാബിറ്റേഷൻ പോലും ഉള്ള രാജ്യമല്ല. പിന്നെ രണ്ടാമത് രസകരമായ സ്ഥലം ടൊക്കാലോ എന്ന് പറഞ്ഞൊരു ഐലൻഡ് നിയർ ന്യൂസിലൻഡ് ഉണ്ട്, അവർക്ക് അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ രണ്ടാമത് സ്വാൽബാർഡ് എന്ന് പറഞ്ഞാൽ നോർവേക്ക് അടുത്ത്, അവിടെയും ഇതേപോലെ ടാരിഫ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ സ്മോളർ കൺട്രീസിനൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ട് റഷ്യക്ക് കൊടുത്തില്ല എന്ന് നമ്മുടെ ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രേക്ഷകൻ നമ്മുടെ ചോദിച്ചു. ഒരു പക്ഷേ മനസ്സിലാക്കുക, റഷ്യ ശരിക്കും പറഞ്ഞാൽ ഈ ടാരിഫിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് റഷ്യയോട് US സ്നേഹം ഉണ്ടെന്നല്ല, റഷ്യക്ക് ഓൾറെഡി US സാങ്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഓക്കെ, ആ സാങ്ഷൻ അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ബൈഡൻ അഡ്മിനിസ്ട്രേഷന്റെ കാലം മുതൽ തന്നെ ഈ പറയുന്ന പോലെ റഷ്യക്ക് ഒരുപാട് സാങ്ഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ലിമിറ്റഡ് ട്രേഡ് ആണ് US റഷ്യയും തമ്മിൽ. അതുകൊണ്ട് അതിനകത്ത് വലിയതായിട്ട് പേടിക്കേണ്ട കാര്യമില്ല. പണ്ട് മുതലേ നമ്മൾ ഇംഗ്ലീഷ് ഹോളിവുഡ് മൂവീസൊക്കെ കാണുമ്പോൾ US ഏറ്റവും വലിയ ശത്രു റഷ്യയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പണ്ട് മുതലേ ഇവർ തമ്മിൽ ട്രേഡ് വലിയ ഒരു ഒരു ഇൻവോൾവ്മെന്റ് ഉള്ള ഒരു കാര്യം അല്ല. അപ്പോൾ അതുകൊണ്ട് അതിന് വലിയ റെലവൻസ് ഇല്ല. 3, സ്ട്രാറ്റജിക് ആയിട്ട് ചില കാര്യങ്ങൾ പിടിച്ചു വെച്ചേക്കായിരിക്കാം. കാര്യം യുക്രൈൻ വാർ എൻഡ് ചെയ്യണമെന്ന് അമേരിക്കയ്ക്ക് വലിയ ആഗ്രഹമുണ്ട്. കാര്യം അമേരിക്കയെ സംബന്ധിച്ച് ഇനിയുള്ള സെമി കണ്ടക്ടർ, സോളാർ അല്ലെങ്കിൽ ലിത്യം അയൺ ബാറ്ററിക്കൊക്കെ ഒരുപാട് റെയർ എർത്ത് മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട്. ഈ റെയർ എർത്ത് മെറ്റീരിയൽസ് നല്ലോണമുള്ള കൺട്രി ഒന്ന് ചൈന, പക്ഷെ ചൈനയായിട്ട് അധികം ബന്ധപ്പെടാൻ പറ്റില്ല. എന്ന വേറൊരു കൺട്രി ഏതാ? യുക്രൈൻ. ഈ യുക്രൈനായിട്ട് ബന്ധം പറയുന്നുണ്ട്. ഈ യുക്രൈനെ നല്ല രീതിയിലേക്ക് അടുത്തേക്ക് കൊണ്ടുവരണം. അതിന് റഷ്യയും യുക്രൈനും തമ്മിലുള്ള പ്രോബ്ലംസ് ഫിനിഷ് ചെയ്യണം. അത് ഫിനിഷ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സ്ട്രാറ്റജിക് ആയിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറഞ്ഞ പോലെ അമേരിക്ക റഷ്യക്കെതിരെ എക്സിസ്റ്റിംഗ് സാങ്ഷൻ അല്ലാതെ പുതിയ കാര്യങ്ങളൊന്നും കൊണ്ടുവരാത്തത്. ബട്ട് അൺഫോർച്യുനേറ്റ്ലി നമുക്കറിയാലോ, ഈ പറഞ്ഞ പോലെ യുക്രൈനായിട്ടുള്ള സംസാരം എങ്ങനെ പോയെന്നും വൈറ്റ് ഹൗസിലെ എങ്ങനെയാണ് അദ്ദേഹവും സെലൻസ്കിയും തമ്മിലുള്ള സംസാരം പോയതെന്നും ഒക്കെ എന്ന രീതിയിലേക്ക് നമുക്ക് അറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഒരു കാര്യങ്ങളിലേക്ക് വരുന്നത്. ബട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദാറ്റ് നമ്മുടെ പ്രേക്ഷകനോട് ഒരു കാര്യം കൂടെ പറയാം. ഇത്രയും റഷ്യക്ക് വെസ്റ്റേൺ കൺട്രീസ്, യൂറോപ്യൻ യൂണിയൻസും ഒക്കെ ഇത്രയും റെസ്ട്രിക്ഷൻസ് വെച്ചിട്ട് പോലും അവരുടെ GDP 4% ഗ്രോ ചെയ്തു എന്നുള്ള. ഈ 4% ഗ്രോ ചെയ്യുമ്പോഴേ അത് കൂടുതലും മിലിറ്ററി സ്പെൻഡാണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ അവർ അടച്ചു വെക്കുന്നുണ്ട്. കാര്യം എന്നറിയോ, അവിടുത്തെ ഇൻഫ്ലേഷനെ കുറിച്ചൊന്നും വലുതായിട്ട് ഈ GDP ഫിഗേഴ്സിൽ പരാമർശിക്കില്ല. രണ്ടാമത് അവിടുത്തെ കൊളാപ്സിംഗ് ബിസിനസ് സ്ട്രക്ചറിനെ കുറിച്ചും പരാമർശിക്കാറില്ല. അപ്പോൾ അതൊരു ലോപ്പ് സൈഡ് ആയിട്ടുള്ളൊരു ഫിഗറാണ്. ബട്ട് ഈവൻ ദെൻ ഹെഡ്ലൈൻ ന്യൂസിന് വേണ്ടിയിട്ട് 4% ഗ്രോ ചെയ്തെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഇങ്ങനത്തെ കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്, ചലഞ്ചസും ഉണ്ട്. ഇതെങ്ങനെയാണ് ഗവൺമെന്റ് ഡീൽ ചെയ്യണമെന്നുള്ളത് ഒരു 6-7 മാസം കൊണ്ടേ നമുക്ക് ക്ലാരിറ്റി കിട്ടുള്ളൂ. ജനങ്ങളെ സംബന്ധിച്ച് നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇപ്പോൾ പത്രവാർത്തകളുണ്ട്, എടുത്ത് ചാടി ഇന്ന സെക്ടറിനാണ് നല്ലത്, ഇന്ന സെക്ടറിന് നല്ലത്. ഇപ്പോൾ ഒരു ലാസ്റ്റ് ഒരു കാര്യം കൂടെ പറഞ്ഞു വെക്കട്ടെ. ഇപ്പോൾ ഈ ചില സെക്ടറുകൾക്ക് ഇതുവരെ US ടാരിഫ് വച്ചില്ല എന്ന് പറഞ്ഞ് ടാരിഫ് വയ്ക്കൂല എന്നൊന്നും പറയാൻ പറ്റില്ല. കാര്യം ട്രംപ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സ്വഭാവം കൂടെ മനസ്സിലാക്കി വേണം നമ്മൾ പോകാൻ എന്നുള്ളത്. സോ ട്രെഡ് കോഷ്യസ്ലി ആൻഡ് മോർ ഓവർ കോൺസെൻട്രേറ്റ് ഓൺ ദ ഡൊമസ്റ്റിക് ഓറിയന്റഡ് തീംസ് എന്നുകൂടെ നമുക്ക് മുഖവരെ ഒരു പ്രിഫൈസ് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കേണ്ടിയിരിക്കുന്നു. യെസ് സർ, ഏതായാലും ഇന്ന് നമുക്ക് ടെക്നിക്കൽ ഡീറ്റെയിൽസും മറ്റ് പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ് കൂടി അറിയേണ്ടതുണ്ട്. അതിനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഈ ഒരു സെഷനിൽ ജോയിൻ ചെയ്യുന്നത് സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനറും അഹല്യ ഫിൻ ഫോറക്സ് വൈസ് പ്രസിഡന്റുമായ അനീഷ് ചന്ദ്രൻ സാറാണ്. സർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. താങ്ക് യു. ഗുഡ് മോർണിംഗ്. യെസ്, ഏതായാലും നമ്മൾ ഇന്ന് മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തുടക്കഘട്ടത്തിൽ ഒരു 1% കൂടുതലുള്ള ഒരു ഇടിവ് നമുക്ക് നിഫ്റ്റി 50-ൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ ഒരു ഇടിവ് അതേപടി കൺസിസ്റ്റന്റ് ആണ്. 23,214 എന്നുള്ള ഒരു ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്ത ശേഷം 23,060 എന്നുള്ള ഒരു നിലയിലേക്ക് എത്തി നിൽക്കുകയാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം. ഈ ഒരു ട്രംപിന്റെ താരിഫ് പ്രശ്നങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന സമയത്ത് ഇന്നലെ അതിനെ ഡൈജസ്റ്റ് ചെയ്തത് കാര്യമായിട്ടുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല. ഒരു എക്സ്പയറി
ഇടയിലും കാര്യമായിട്ടുള്ള ഒരു മൂവ്മെന്റ്, കാര്യമായിട്ടുള്ള ഒരു ഷാർപ്പ് ഫോൾ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇന്ന് 0.5% കൂടുതൽ ഇടിവ് രേഖപ്പെടുത്തുകയുമാണ്. ഇപ്പോഴത്തെ ഈ ഒരു നിലവിലെ സ്ഥിതിവിശേഷങ്ങൾ പരിഗണിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നിഫ്റ്റി 50 വാച്ച് ചെയ്തിരിക്കേണ്ട ലെവൽസ് ഏതൊക്കെയാണ്? നിഫ്റ്റിയുടെ ഡെയിലി ചാർട്ട് നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ചാർട്ട് പാറ്റേണിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വെരി ഏർലി സ്റ്റേജ് ആണ് നമ്മൾ കമന്റ് ചെയ്യുന്നത്. അത് സംഭവിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ബൈ എക്സ്പീരിയൻസ്. ഡെയിലി ചാർട്ടിലെ ഒരു റിവേഴ്സ് കട്ട് ആൻഡ് ഷോൾഡർ എന്നുള്ള ഒരു പാറ്റേൺ ആയിട്ട് ഫോം ചെയ്യാനുള്ള സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ വലിയൊരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഡബിൾ ടോപ്പ് ഉണ്ടായിരുന്നു. ആ ടോപ്പിൽ നിന്നാണ് മാർക്കറ്റിൽ നിന്ന് ഫോൾ വന്നിരിക്കുന്നത്. 23,800 എന്ന ഒരു ഡൗൺഫോൾ വന്നിട്ടുണ്ട്. ആ ഡൗൺഫോൾ 22,800ലേക്ക് ഒരു റെസ്റ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് സോൺ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവിടെ പറയാം നിഫ്റ്റി ഒരു റിവേഴ്സൽ പോയിന്റിലാണ് അല്ലെങ്കിൽ റിവേഴ്സൽ ട്രെൻഡിലാണ് എന്നുള്ളത്. തീർച്ചയായിട്ടും അവിടെ ഒരു ചെറിയ റിവേഴ്സൽ പോയിന്റ് വരാനുള്ള സാധ്യതയുണ്ട്, ഒരു സപ്പോർട്ട് സോൺ വരാനുള്ള സാധ്യതയുണ്ട്. സോ നമുക്ക് ക്രൂഷ്യലായിട്ട് സപ്പോർട്ട് വാച്ച് ചെയ്യേണ്ടത് 22,800 എന്ന ലെവലിലാണ് നമുക്കത് വാച്ച് ചെയ്യാനായിട്ട്. 22,700, 800 എന്ന ലെവൽ വളരെയധികം ക്രൂഷ്യൽ ആയിട്ടുള്ള ലെവലാണ്. നേരത്തെ നമ്മൾ അത് 2 months ബാക്ക് അവിടെ നമ്മൾ റെസ്റ്റ് ചെയ്തിരുന്നു. ആ പോയിന്റിൽ റെസ്റ്റ് ചെയ്തിട്ട് നിഫ്റ്റി മുകളിലോട്ട് പോവുകയാണ്. കാരണം ഒരുപാട് ന്യൂസ് ഇപ്പോൾ വരാനുള്ള സാധ്യതയുള്ള വീക്കാണിത്. അപ്പോൾ എന്തെങ്കിലും ന്യൂസ് ഫ്ലോയോ കാര്യങ്ങളോ ഒക്കെ വന്ന് നിഫ്റ്റി റിവേഴ്സ് തിരിച്ചു പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പോസിറ്റീവായിട്ടും വളരെ സ്പീഡായിട്ടുള്ള മൂവ്മെന്റ്സ് അപ്പർ സൈഡിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയും. ഇപ്പോഴത്തെ ലെവലിൽ നമുക്ക് പറയാൻ കഴിയുന്നത് 22,800 എന്നുള്ളത് ഷോർട്ട് ടൈം റെസിസ്റ്റൻസ് പോയിന്റ് ആണ്. ബട്ട് ഒരു ഇൻട്രാഡേ പോയിന്റ് ഓഫ് ടൈമിൽ നിങ്ങൾ പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയുകയാണെങ്കിൽ 23,200 എന്നുള്ള റെസിസ്റ്റൻസ് ഉണ്ട് ഇമീഡിയറ്റ്ലി. അതൊരു ഇൻട്രാഡേ പോയിന്റ് നെക്സ്റ്റ് ഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഷോർട്ട് ടൈം വ്യൂവിൽ പറയുകയാണെങ്കിൽ 23,800 ആണ്. ആ സപ്പോർട്ട് സോൺ 22,800 ആൻഡ് 700 ലെവലിലാണ്. നമ്മൾ അവിടെ കോഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുക. ആ വോളിയം ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു അല്ലെങ്കിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുള്ള നിഫ്റ്റി ചാർട്ട്. യെസ്, ഇനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നിന്നും നേരെ വിഭിന്നമായിക്കൊണ്ട് വളരെ പോസിറ്റീവായിട്ടാണ് ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ട്രേഡിംഗ് നിലവിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. 51,691 എന്നുള്ള ഒരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. 51,893 വരെ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പോയിട്ടുണ്ട്. നിലവിൽ നിഫ്റ്റിയുടെ ബാങ്ക് ഇൻഡെക്സ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ടെക്നിക്കലി? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എൻ്റയർലി ഡിഫറെന്റ് ആണ് ബാങ്ക് നിഫ്റ്റി ചാർട്ട് ഇത് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞു 52,000 കഴിഞ്ഞ ഒരു ലാസ്റ്റ് വീക്കായിട്ട് ഏറ്റവും ഹയസ്റ്റ് പോയിന്റിലേക്ക് 52,000ലേക്ക് വരികയും അവിടെ റെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേൺ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതേപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു 55,000 ആണ് നെക്സ്റ്റ് റെസിഡൻസിലാണ്. അപ്പൊ ഈ 52,000 എപ്പോൾ ട്രേഡ് ചെയ്ത് ക്ലോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഇപ്പോഴും ബാങ്ക് നിഫ്റ്റിയിലെ ചാർട്ട് കൈവരിച്ചിട്ടില്ല. ഇൻട്രാഡേ പോയിന്റ് ഓഫ് വ്യൂവിൽ അവിടെ വരാനായിട്ട് സാധിക്കുന്നില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ. സോ നല്ലൊരു സ്റ്റിഫ് റെസിസ്റ്റൻസ് ആണ് 52,000 എന്ന ലെവലിൽ ബാങ്ക് നിഫ്റ്റി ഫേസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്ന ചെറിയൊരു പുൾ ബാക്ക് വന്നതിന് ശേഷമാണ് വീണ്ടും വരാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. എന്തെങ്കിലും ഒരു പുൾ ബാക്ക് അല്ലെങ്കിൽ താഴോട്ട് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരികയാണെങ്കിൽ തീർച്ചയായും പ്രീട്രേഡ് ബൈ എന്ന ലെവലിൽ നമുക്ക് റീ എൻറ്റർ ചെയ്യാനുള്ള ഒരു അവസരമായിട്ട് തന്നെ കാണുക. 50,000 തന്നെയാണ് അടുത്ത നിയറസ്റ്റ് ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. യെസ്, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യുന്നത് നിഫ്റ്റിയുടെയും ടോപ്പ് ഗെയിനർ ആയിട്ട് നിൽക്കുന്നത് HDFC ബാങ്ക് തന്നെയാണ്. ബാങ്കിന്റെ ഒരു ക്വാർട്ടർലി അപ്ഡേറ്റ്സ്, ബിസിനസ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. ഗ്രോസ് അഡ്വാൻസസ് പരിശോധിക്കുന്ന സമയത്ത് 5.4% ഒരു മുന്നേറ്റം ഇയർ ഓൺ ഇയർ ബേസിസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതേസമയം ഡെപ്പോസിറ്റ്സ് പരിശോധിക്കുമ്പോഴും 14% ഒരു വർധനവാണ് ബാങ്ക് പ്രതീക്ഷിക്കുന്നത്. HDFC ബാങ്കിന്റെ നിലവിലെ ടെക്നിക്കലി ചാർട്ട് എങ്ങനെയാണുള്ളത്? ഒരു ലോങ് ആൻഡ് ഷോർട്ട് ടേം വ്യൂ എങ്ങനെയാണ് താങ്കളുടെ? ബാങ്ക് നമ്മൾ പൊതുവെ പോസിറ്റീവായിട്ടാണ് കാണപ്പെടുന്നത്. ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ആൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് വ്യൂ ആണ് ബാങ്ക് നിഫ്റ്റിയിലുള്ളത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് മുകളിലാണ് പോസിറ്റീവ് വ്യൂ മെയിൻറ്റെയിൻ ചെയ്യുന്ന നമുക്ക് പ്രതീക്ഷിക്കാൻ പോകുമെന്ന് തന്നെയാണ്. ഒരു പോസിറ്റീവ് ഒരു ടെറേറ്റിലാണ്. പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നു. എന്തായാലും റിസൾട്ടിന് മുമ്പ് ഒരു പോസിറ്റീവ് വ്യൂ വരാനുള്ള സാധ്യത ഉണ്ട്. അല്ലെങ്കിൽ പോസിറ്റീവ് മൊമെന്റം ഈ മൊമെന്റം തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയാണ് നമ്മൾ കാണുന്നത്. യെസ് സർ,
അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് ബജാജ് ഫിനാൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് നോട്ടിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അഗെയിൻ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റ്സ് ആണ് ബജാജ് ഫിനാൻസിനെയും തുണച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം 4ാം പാദത്തിൽ അസറ്റ് അണ്ടർ മാനേജ്മെന്റ് 26% ഒരു വളർച്ച പ്രതീക്ഷിക്കുന്നു. പുതിയ വായ്പകളിൽ 36% വർധനവുമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ടെക്നിക്കലി എങ്ങനെയാണുള്ളത്? കുറച്ച് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അദ്ദേഹം തിരിച്ചു വരും. പ്രധാനപ്പെട്ട ടെക്നിക്കൽ ലെവൽസുമായിട്ട് വീണ്ടും ജോയിൻ ചെയ്യുന്നതാണ്. സൂരജ് സർ, നമ്മൾ ഇന്ന് HDFC ബാങ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ പ്രധാനമായിട്ടും റിസൾട്ട് സീസൺ ആണ്, ഏണിംഗ് നമ്പേഴ്സ് ആണ് വരാനിരിക്കുന്നത്. ഏറ്റവും അധികം ടോപ്പ് ഗെയിനറായിട്ട് ഇന്ന് പെർഫോം ചെയ്യുന്നതും HDFC ബാങ്ക് തന്നെയാണ്. ക്വാർട്ടർലി റിസൾട്ടുകളിൽ ഗ്രോസ് അഡ്വാൻസസ് 5.4% ഒരു മുന്നേറ്റം ഇയർ ഓൺ ഇയറിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ്സ് 14% ഒരു വർധനവ് പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഒരു മികച്ച ഒരു ക്വാർട്ടർ ആകാനുള്ള ഒരു സാധ്യതയല്ലേ നമുക്ക് HDFC ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു കണക്കുകൾ സൂചിപ്പിക്കുന്നത്? ജാസ്മിൻ, നമുക്ക് നമ്മുടെ റിസർച്ച് ഡെസ്കിൽ നിന്ന് കേദാർ പ്രഭുവിൻ്റെ ഒരു ചെറിയൊരു അലേർട്ട് ഉണ്ട്. അതായത് നമ്മൾ ഇന്നലെയൊക്കെ നമ്മൾ ന്യൂസിൽ പറഞ്ഞത് ഏതാണ്ട് ടാരിഫ് 26% ആണ് US നമുക്ക് വെച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെയൊക്കെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയൊക്കെ ആയപ്പോൾ അത് 26 എന്നുള്ളത് 27 ആക്കിയാണ് എല്ലാവരും പറഞ്ഞു. 26 അല്ല 27%. ബട്ട് ഇപ്പോൾ ഒരു ഫ്ലാഷ് ന്യൂസ് വന്നിരിക്കുന്നു. വൈറ്റ് ഹൗസിന്റെ വെബ്സൈറ്റിൽ അനക്സ് 1 മെൻഷൻ ചെയ്തിരിക്കുന്നത് 26 തന്നെയാണ്, 27 അല്ല എന്നുള്ളത്. അപ്പം നമ്മുടെ റിപ്പോർട്ടിംഗ് കൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്നു എന്ന് വേണം നമുക്കത് മനസ്സിലാക്കാനായിട്ട്. ജാസ്മിൻ ചോദിച്ചത് HDFC ബാങ്കും ബാങ്കിങ് സ്റ്റോക്കിന്റെ കാര്യമല്ലേ? ഇതിനകത്ത് ഈ ടാരിഫിന്റെ ഒരു പ്രോബ്ലം, ഇപ്പം നമ്മൾ ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്രോബ്ലം എന്തായിരുന്നു? ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ പ്രോബ്ലം വെച്ചാൽ അവരുടെ ഡെറിവേറ്റീവ് ഡെസ്കിലെ ഡെറിവേറ്റീവ് ലോസ് ആണ് 1526 കോടിയുടെ ഒരു പ്രോബ്ലം ഉണ്ടായത്. ആ പ്രോബ്ലം ഉണ്ടായ ട്രേഡ് അങ്ങ് മാറ്റി വയ്ക്കുക. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോബ്ലം എന്താ? അവരതിന്റെ കോർപ്പറേറ്റ് ഗവർണൻസ് പാലിച്ചില്ല, അത് നല്ല രീതിയിൽ ഡിസ്ക്ലോഷർ ചെയ്തിട്ടില്ല. അതാണല്ലോ ഒരു പ്രശ്നം വന്നത്. അല്ലാണ്ട് ട്രേഡിംഗിൽ 1520 രൂപ പോവാന്ന് പറയുന്നത് എന്താ പറയുക, വലിയൊരു എന്താ പറയുക, ഓഫ് കോഴ്സ് അതൊരു പ്രോബ്ലം ആണോ എന്ന് വെച്ചാണ്. ബട്ട് അത് ഡിസ്ക്ലോസ് ചെയ്യാത്തതാണ് അതിനേക്കാളും വലിയൊരു പ്രോബ്ലം. ഇപ്പൊ ഈ ട്രേഡ് വാർ കൊണ്ട് എന്താ നടക്കാൻ പോണത്? ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താ? ഏതൊക്കെ രാജ്യങ്ങൾക്ക് എന്തൊക്കെ വന്നു, ഇന്ത്യയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എത്രയൊക്കെയാണ് അവരുടെ ടാരിഫ്, രണ്ടാമത് എന്തൊക്കെ പ്രോഡക്ട്സുകളിലാണ്, എന്തൊക്കെ സെക്ടറുകളിലാണ്, എന്തൊക്കെ സർവീസുകളിലാണ്, ഇത് മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എന്നാൽ ഈ ട്രേഡിൽ ഈ റീഓർഗനൈസേഷനും ഈ റീബൂട്ടും വരണോണ്ട് കറൻസി ഫ്ലക്ച്വേഷൻ നമ്മൾ ആലോചിച്ചിട്ടില്ലല്ലോ. ഏതെല്ലാം കൺട്രീസിന്റെ കറൻസിയും US ഡോളേഴ്സും തമ്മിൽ ആ ഒരു കോറിലേഷൻ ഉണ്ടെന്നറിയോ? ഇപ്പോൾ ചൈന റംബിബി അതൊന്ന്, പിന്നെ പറഞ്ഞ പോലെ യുവാൻ, പിന്നെ നമ്മുടെ ഇത് yen ഇങ്ങനത്തെ, അല്ലെങ്കിൽ യുവിന്റെ നമ്മുടെ എന്താ യൂറോ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ചേഞ്ച് വരികയാണെങ്കിൽ നമ്മുടെ ബാങ്കിങ് ഡെസ്കിന് എന്തായിരിക്കും സംഭവിക്കാൻ പോകണമെന്ന് എനിക്കറിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനകത്തൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഞാൻ പറയുന്നത് അത് ആവണമെന്നില്ല, കാര്യം ബാങ്കിങ്ങിന് നല്ല ഒരു ഹെഡ്ജിങ് പ്രോസസ്സുകളൊക്കെ ഉണ്ടാവുന്നുള്ള. ബട്ട് ഈ അൺസർട്ടനിൽ ഓഫ് കോഴ്സ് നമ്മൾ നോക്കുമ്പോൾ, ഓപ്റ്റിക്കലി നോക്കുമ്പോൾ ഈ ബാങ്കിങ് മേഖല, ഫിനാൻഷ്യൽ മേഖല എന്നൊക്കെ പറയുന്നത് ഈ ടാരിഫും എക്സ്പോർട്സും ഇമ്പോർട്ടും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. ഇറ്റ്സ് എ ഡൊമസ്റ്റിക് ബേസ്ഡ് എക്കണോമി, ഡൊമസ്റ്റിക് കൺസംഷൻ ഡ്രൈവ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ബട്ട് എനിക്ക് ഈ പറയുന്ന പോലെ ഈ കറൻസിയുടെ മൂവ്മെന്റുകൾ നടക്കുന്നതുകൊണ്ട് ഈ ബാങ്കിങ്ങിന് അങ്ങനത്തെ ഒരു ഡെസ്ക് ഉണ്ട്. കാര്യം ബാങ്കിങ്ങിന് ഈ ഫോറക്സിന്റെ ഡെസ്കും കൂടെ ഉണ്ടല്ലോ, അതിന്റെ ഹെഡ്ജിങ്ങും ഒക്കെ ഉണ്ട്. അത് എങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. കാര്യം വെച്ചാൽ കറൻസിയിൽ നല്ല വൈൽഡ് മൂവ്മെന്റ് ഉണ്ട്. ഞാനിത് പറയുന്നത് ബാങ്കിങ് സ്റ്റോക്ക് മോശമാണെന്നോ സെക്ടർ മോശമാണെന്നുള്ള ഒരു അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത് ഇതിന്റെ ഷെയ്ക്ക് നമ്മൾ ഈ വിചാരിക്കും പോലെ മാർക്കറ്റ് ഇന്നലെ ജസ്റ്റ് 70 പോയിന്റ്സ് നിഫ്റ്റി പോയുള്ളൂ എന്ന് പറഞ്ഞ് വളരെ ലൈറ്റായിട്ട് നമ്മൾ ഇതിനെ എടുക്കാൻ പാടില്ല. മാർക്കറ്റിന്റെ റിയാക്ഷൻ വെച്ചിട്ട് നമ്മൾ ഈ നടക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഒരിക്കലും മുഖവരയിൽ കാണരുത് എന്നുള്ള. നമുക്ക് ഇതിനകത്ത് ഡീപ്പ് ഇമ്പാക്ട് അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവുന്നോ എന്തുണ്ടാവുന്നോ നമുക്കറിയില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ അടുത്ത കാലത്ത് ഇനി മക്വേറിയുടെ ആയാലും ജെഫ്രീസ് ആയാലും മോർഗൻ സ്റ്റാൻലിയുടെ ആയാലും ഗോൾഡ്മാൻ സാക്സിന്റെ ആയാലും എല്ലാവരും റിപ്പോർട്ട് ഇന്നലെ രാത്രി വന്നിരുന്നു. എല്ലാവരുടെ റിപ്പോർട്ടും ഞാൻ വായിച്ചതാണ്. ആ വായിച്ചതിൽ എല്ലാവരും തമ്മിൽ ഞാൻ പറയുന്നത് തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. കാര്യം അവർക്കറിയാവുന്നതും നമ്മൾ സാധാരണ പറയും യുവർ ഗസ് ഈസ് ആസ് ഗുഡ് ആസ് മൈൻ എന്ന് പറയും പോലെ എന്റെയും അവരുടെയും നിങ്ങളുടെയും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരും നമ്മളൊക്കെ കേട്ട ന്യൂസുകളെ ഇവിടെ എല്ലാവർക്കും അറിയാവുള്ളൂ. എങ്ങനെയാണ് ഇതിനെ അഫക്ട് ചെയ്യണമെന്ന് 80 കൊല്ലമായിട്ട് ലോകം അറിഞ്ഞിട്ടില്ല. മനസ്സിലായി? ഇന്റർനെറ്റും ഇതുമൊക്കെ വന്നതിന് ശേഷം ഒരിക്കലും ഇങ്ങനത്തെ ഒരു ട്രേഡ് ഇംബാലൻസ് ഗ്ലോബൽ എക്കണോമിയുടെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു 8 decade ഓൾഡ് ഇൻഡസ്ട്രി പോളിസിയാണ് US മാറ്റിയിരിക്കുന്നത്. അതിനുശേഷമാണ് അവിടെ ഈ പറഞ്ഞ പോലെ എന്താ ഗ്രേറ്റ് ഡിപ്രഷൻ ഒക്കെ വന്നത്. എനിക്കറിയില്ല അങ്ങനെയൊക്കെ സംഭവിക്കും. ഞാനിത് ഓവർ
പെസിമിസ്റ്റിക് ആയിട്ട് പറയുന്നു എന്ന് വിചാരിക്കരുത്. എനിക്ക് അറിഞ്ഞൂടാത്തത് കൊണ്ടാണ് ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത്. പലർക്കും, എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലത്തെ ഇൻഫർമേഷൻ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അത് വെച്ചിട്ട് നമ്മൾ എടുത്തു ചാടി ഒന്നും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. തീർച്ചയായിട്ടും ചിലപ്പോൾ ബാങ്കിങ് സ്റ്റോക്ക് ആയിരിക്കാം ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ ഇൻഡസ്ട്രി, ഡൊമസ്റ്റിക് കൺസംപ്ഷൻ സ്റ്റോക്സ് ആയിരിക്കാം. ബട്ട് ഓവറോൾ അതൊക്കെയാണ് നമ്മുടെ തീം എങ്കിൽ പോലും 1, 2, 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് ബാക്കി ആക്ഷൻസ് എടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് ഞാൻ വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. എന്ന് പറഞ്ഞ് ക്യാഷിൽ പോകണമെന്നോ അല്ലെങ്കിൽ വിറ്റ് മാറിയിരിക്കണം എന്നൊന്നും അല്ല ഞാൻ പറയേണ്ട ഉദ്ദേശം. എടുത്ത് ചാടാതിരിക്കുക, കുറച്ച് മെച്യൂർ ആയിട്ട് ആയില്ല, ഒരു കോമൺ സെൻസിക്കൽ അപ്രോച്ച് മാർക്കറ്റിന് വയ്ക്കുക. എടുത്ത് ചാടി ഉടനെ അവർ പറഞ്ഞു അതിന് ഇമ്പാക്റ്റ് ഇല്ല. ഇപ്പം നമ്മളെല്ലാവരും ഒരു ലോങ് പ്ലേയേഴ്സ് ആണ് മാർക്കറ്റിൽ. ലോങ് പ്ലേയേഴ്സ് എന്ന് പറയുമ്പോൾ എന്താ, മാർക്കറ്റ് മുകളിലേക്ക് പോകുമ്പോൾ കാശ് ഉണ്ടാക്കാനാണ് നമ്മളിരിക്കുന്നത്. ഷോർട്ട് പ്ലേയേഴ്സ് ഒക്കെ വളരെ കുറവാണ്, പ്രത്യേകിച്ച് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിയിൽ. അതുകൊണ്ട് നമ്മൾ ഈ പോസിറ്റീവ് ന്യൂസ് മാത്രം തേടി നടക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ കൺഫർമേഷൻ ബയസ് എന്താ, നമ്മുടെ മുന്നിലോട്ട് വരുന്ന നെഗറ്റീവ് ന്യൂസുകൾ നമ്മൾ എടുക്കാറില്ല. പോസിറ്റീവ് മാത്രം എടുത്തിട്ട് നെഗറ്റീവ്സിനൊക്കെ നമ്മൾ തള്ളിക്കളയണേ, അതൊന്നും സംഭവിക്കില്ല. ഇന്ത്യ അങ്ങോട്ട് തന്നെ ഗ്രോ. തീർച്ചയായിട്ടും 5 years ഡൗൺ ദ ലൈൻ ഇന്ത്യയുടെ GDP ഇതിനേക്കാളും ഉയരും, ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് നന്നായിട്ട് വരും, സ്റ്റോക്കുകളും നന്നായിട്ട് വരും. പക്ഷേ ഏതാണ് നല്ല ഓപ്പർച്യൂണിറ്റി എന്ന് മനസ്സിലാക്കാൻ ഒന്ന് ഇരുന്ന് ആലോചിച്ചിട്ട് മുന്നോട്ട് പോകുന്നതിൽ തെറ്റില്ല എന്ന് മാത്രമേ ഞാൻ പറഞ്ഞു വെച്ചു. യെസ് സാർ, ഏതായാലും നമുക്കിപ്പോൾ മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റ് കൂടി വളരെ പെട്ടെന്ന് അറിയേണ്ടതുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഒരു വീഴ്ചയുടെ ഇന്റൻസിറ്റി ഒരു അല്പം വർദ്ധിക്കുന്നു. 0.5% നിന്ന് 1% മാറിയിരിക്കുകയാണ്. പക്ഷെ അപ്പോഴും 23,000 എന്നുള്ളൊരു ലെവല് സസ്റ്റെയിൻ ചെയ്യുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും മാർക്കറ്റ് അതിന്റെ ഒരു ഇടിവിന്റെ ആഘാതം കൂടുന്നു എന്ന് തന്നെ പറയാം. തിരിച്ച് വീണ്ടും ടെക്നിക്കൽ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അനീഷ് ചന്ദ്രൻ സാർ ജോയിൻ ചെയ്യുകയാണ്. അനീഷ് സാർ, നമ്മൾ ബജാജ് ഫിനാൻസിനെ കുറിച്ചാണ് സംസാരിച്ചു കൊണ്ടിരുന്നത്. 0.5% കൂടുതലുള്ള ഒരു നേട്ടം സ്റ്റോക്ക് ഇന്ന് രേഖപ്പെടുത്തുന്ന ഈ ഒരു വീക്ക് മാർക്കറ്റിലും നിലവിൽ ബജാജ് ഫിനാൻസിനെ സംബന്ധിച്ചിടത്തോളമുള്ള താങ്കളുടെ റിവ്യൂ എങ്ങനെയാണ്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഒരു ചെറിയ കറക്ഷൻ നേരിട്ടുകൊണ്ടിരുന്ന ഒരു സ്റ്റോക്സ് ആണ് ബജാജ് ഫിനാൻസ് എന്ന് പറയുന്നത്. 8,600 ലെവലിൽ ആണ് നമ്മൾ സപ്പോർട്ട് എക്സ്പെക്ട് ചെയ്തിരുന്നത്. ദെൻ ആ ഒരു ലെവലിൽ തന്നെയാണ് നിൽക്കുന്നത്. അവിടെ നിന്ന് റിക്കവറി മോഡിൽ, അല്ലെങ്കിൽ ഒരു ചാർട്ടിന്റെ ഒരു പാറ്റേൺ നോക്കുകയാണെങ്കിൽ, ഓരോ ദിവസത്തെ കാൻഡിൽസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ ചെറിയൊരു റിക്കവറി അല്ലെങ്കിൽ റിവേഴ്സൽ മോഡൽ കാണിക്കുന്ന ഒരു പാറ്റേൺ ആണ് ഇന്ന് കാണാൻ നമുക്ക് കഴിയുന്നത്. സോ നമുക്ക് ഇതിന്റെ ഒരു പോസിറ്റീവ് റിക്കവറി ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാർട്ട് കാൻഡിൽസ്റ്റിക് പാറ്റേണിന് റിവേഴ്സൽ പാറ്റേൺ ആയിട്ട് കണക്കൂട്ടുന്നത്. എന്റെ ഒരു എക്സ്പെക്ടേഷനിൽ ഒരു 9,000 ലെവലിലേക്ക് പോകാനുള്ള സാധ്യത ഈ ലെവലില് ബജാജ് ഫിനാൻസിനുണ്ട്. 8,600 എന്ന് പറയുന്ന ലെവൽ ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് ലെവലായിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട്. സോ അത് വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പോസിറ്റീവ് ഔട്ട്ലുക്കിനുള്ള, ഒരു ഷോർട്ട് ടൈം പോസിറ്റീവ് ഔട്ട്ലുക്ക് ഉള്ള ഒരു ഷെയർസ് ആണ് ബജാജ് ഫിനാൻസ്. സർ, അതോടൊപ്പം തന്നെ ട്രംപിന്റെ ഈ ഒരു താരിഫ് പ്രഖ്യാപനങ്ങൾ ഇന്ന് ഏറ്റവും അധികം ഇടിവ് രേഖപ്പെടുത്തുന്ന സെക്ടറുകളായി മാറിയിരിക്കുന്നത് മെറ്റൽ, ഓയിൽ ആൻഡ് ഗ്യാസ് സൂചികകൾ തന്നെയാണ്. ഓയിൽ ആൻഡ് ഗ്യാസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 3% കൂടുതലുള്ള ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ONGC, ഓയിൽ ഇന്ത്യ അടക്കമുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ 6% മുകളിലുള്ള ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളത് BPCL കുറിച്ചാണ്. BPCL സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 1.41% ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് മോഡിലാണ് സ്റ്റോക്ക് ഉള്ളത് എന്ന് തന്നെ പറയാം. ഭാരത് പെട്രോളിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെർഫോമൻസ് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 1 ഇയറിലും ഇയർ ടു ടിൽ ഡേറ്റിലും കാര്യമായിട്ടുള്ള മുന്നേറ്റം ഒന്നും തന്നെ രേഖപ്പെടുത്താത്ത ഒരു സ്റ്റോക്ക് കൂടിയാണ്. ഈ ഒരു സ്റ്റോക്കിലുള്ള സാറിന്റെ റിവ്യൂ എങ്ങനെയാണ്? ഓയിൽ സ്റ്റോക്ക് കുറച്ചു കാലമായി ഡൗൺ ട്രെൻഡ് പെർഫോമൻസിലായിരുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ പോലെ മൂവ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു വലിയൊരു ലോങ് ട്രെൻഡ് അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റ്സിന് ശേഷമാണ് ഒരു പോസിറ്റീവ് അപ് ട്രെൻഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്. പിന്നെ അതില് പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നു. ഞാൻ കുറച്ചുകൂടെ പ്രോഫിറ്റ് ബുക്കിംഗ് എക്സ്പെക്ടേഷൻ ഉണ്ട് എന്റെ. അതായത് ഒരു 270, 265 ലെവലിലേക്ക് സ്റ്റോക്ക് കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റീ എൻട്രി ചെയ്യാവുന്ന ഒരു ഏരിയ ആയിട്ട് വരും BPCL. ഒരു ബാങ്കിങ് നോക്കുന്ന ആളുകൾക്ക് ഒരു 260 ഒരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. 260 അല്ലെങ്കിൽ 265 ലെവലില് റീ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ 300 മുകളിലേക്ക് ഈ സ്റ്റോക്സ് പെർഫോം ചെയ്യാനുള്ള സാധ്യതയാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിനെ വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇതിന്റെ പാറ്റേൺ എന്ന് പറയുന്നത് റിവേഴ്സൽ ആയിട്ടുള്ള ഒരു പാറ്റേൺ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സോ റിവേഴ്സൽ പാറ്റേണിൽ വളരെ പോസിറ്റീവായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ സ്റ്റോക്സ്. ഇപ്പോഴുള്ള ഒരു കറക്ഷൻ റീ എൻറ്ററിംഗ് ചാൻസ് ആയിട്ട് എടുക്കുന്നതായിരിക്കും നമ്മൾ റീറ്റെയിലിനെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവ്.
തീർച്ചയായിട്ടും ഇന്ന് മെറ്റൽ സ്റ്റോക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ സാധിക്കില്ല. 5% അടുക്കുന്നു ഇടിവ്. 4.56% ഒരു വീഴ്ചയിലേക്കാണ് മെറ്റൽ മേഖല കടന്നിരിക്കുന്നത്. ലിസ്റ്റഡ് സ്പേസിലുള്ള പ്രധാനപ്പെട്ട മെറ്റൽ സ്റ്റോക്കുകളിലൊക്കെ തന്നെ നമുക്ക് ആ ഒരു സമ്മർദ്ദം കാണാൻ സാധിക്കുന്നുണ്ട്. എസ്പെഷ്യലി ഹിന്ദുസ്ഥാൻ കോപ്പർ, ഹിൻഡാൽകോ, ജിൻഡാൽ സ്റ്റെയിൻലെസ്, വേദാന്ത തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ തന്നെ 5% മുകളിലേക്കുള്ള ഒരു ഇടിവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നിലവിൽ ഈ ഒരു താരിഫ് പ്രഹരം മാത്രമാണോ മെറ്റൽ സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നത് എന്ന് താങ്കൾ കരുതുന്നത്? അതോടൊപ്പം തന്നെ ടെക്നിക്കലി മെറ്റൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു വ്യൂ കൂടി അറിയേണ്ടതുണ്ട്. മെറ്റൽ സ്റ്റോക്സുകളിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് JSW സ്റ്റീൽ ആയിരുന്നാലും മറ്റുള്ള ജിൻഡാൽ ആയിരുന്നാലും നോക്കുകയാണെങ്കിൽ കുറച്ചൊരു പോസിറ്റീവ് മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് മൂവ്മെന്റ്സോ അല്ലെങ്കിൽ വളരെ അധികം നമ്മുടെ മാർക്കറ്റിനെ അത് ലീഡ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു സ്ട്രോങ് പോസിറ്റീവ്നെസ് അല്ല ഉണ്ടായിരുന്നത്. ചെറിയ ചെറിയ പോസിറ്റീവ് ന്യൂസുകളിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്, ഡൊമസ്റ്റിക് ആയിട്ടുള്ള മൂവുകളിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. അതേസമയം നമ്മൾ അത് വാച്ച് ചെയ്യുന്നത് വലിയ വലിയ നമ്മുടെ മെറ്റൽ സ്റ്റോക്സിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പനികളിൽ ഞാൻ വാച്ച് ചെയ്യുന്നത് വോളിയത്തില് വളരെയധികം ഡിക്രീസ്, അതായത് വോളിയത്തിൽ കുറവ് വരുന്നുണ്ട് എന്നതാണ്. ഈ പോസിറ്റീവ് മൊമെന്റുകളൊക്കെ തരുമ്പോൾ തന്നെയും വോളിയത്തിൽ അതിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഇംപ്രൂവ്മെന്റ്സ് വരുന്നില്ല എന്നത് നമുക്കത് വളരെ ലോങ് ടേമിൽ അല്ലെങ്കിൽ വളരെ പോസിറ്റീവായ ഫീച്ചർ ഉണ്ട് എന്ന് എനിക്ക് ഇപ്പൊ പറയാനായിട്ട് കഴിയില്ല. സോ ഈ മെറ്റൽ സ്റ്റോക്സിൽ എന്റെ ഒരു വ്യൂ എന്ന് പറയുന്നത് വെയിറ്റ് ആൻഡ് വാച്ച് സ്ട്രാറ്റജിയാണ്. വോളിയം വളരെ ലോയിലാണ്. ഇപ്പൊ ആവറേജ് വോളിയം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആവറേജിനേക്കാൾ കുറവാണ് ഇപ്പോഴുള്ള മെറ്റൽ സ്റ്റോക്സിൽ. ഞാൻ മെയിൻ സ്റ്റോക്സുകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിന്റെ വോളിയം വളരെ കുറവാണ്. അതായത് ബൈങ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു സെല്ലിംഗ് ഇൻട്രസ്റ്റ്, എന്തായാലും ആക്ടിവിറ്റിയുടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് നമ്മളെ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ലോ ആയിട്ടാണ് നിൽക്കുന്നത്. സോ അതിന് ഒരു ഇമ്പ്രൂവ്മെന്റ് വരികയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ സെക്ടറിലേക്ക് ടെക്നിക്കലി പറയാനായിട്ട് കഴിയുള്ളൂ. എങ്കിലും സൈഡ് വൈസ് ചാർട്ടുകളാണ്. ടാറ്റ സ്റ്റീലൊക്കെ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറെ വർഷമായി സൈഡ് വൈസിലുള്ള മൂവ്മെന്റ്സ് ആണ് നമുക്ക് കാണുന്നത്. അങ്ങനെ നമ്മൾ വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും ഇപ്പോൾ ഈ സെക്ടറിനെ സംബന്ധിച്ച് നല്ലത്. സർ, അതോടൊപ്പം തന്നെ ഓട്ടോ മേഖലയിലേക്ക് കൂടി വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 3% ഒരു വീഴ്ചയിലേക്കാണ് നിഫ്റ്റി ഓട്ടോ കടന്നിരിക്കുന്നത്. ഭാരത് ഫോർജ്, ടാറ്റ മോട്ടോഴ്സ് അടക്കം വലിയ ഒരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ഭാരത് ഫോർജ് 8.5%, ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. 5.5%-ലധികവും ഒരു ഇടിവ് രേഖപ്പെടുത്തുകയാണ് ടാറ്റ മോട്ടോഴ്സ്. നിലവിൽ 616 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. പ്രധാനമായിട്ടും യുഎസിന്റെ താരിഫ് JLR സെക്ഷന്റെ റവന്യൂവിനെ ബാധിക്കുമെന്നാണ് CLSA അടക്കമുള്ള ബ്രോക്കറേജുകൾ ടാറ്റ മോട്ടോഴ്സിൽ ഒരു കൺസേൺ ഉയർത്തുന്നത്. അതോടൊപ്പം തന്നെ ടാർഗറ്റ് വിലയും കുറച്ചിരിക്കുകയാണ്. ഹൈ കൺവിക്ഷൻ ഔട്ട് പെർഫോമൻസ് ലിസ്റ്റിൽ നിന്ന് ടാറ്റ മോട്ടോഴ്സിനെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ ഒരു സ്റ്റോക്കിൽ നിർണായകമാകുന്ന ലെവലുകൾ ഏതൊക്കെയാണോ? ഇപ്പോ ടാറ്റ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ ഒരു ലോങ് ടേമിൽ ഡൗൺ ട്രെൻഡ് ആയിരുന്നു. കുറച്ച് ദിവസം ഒരു ചെറിയൊരു പോസിറ്റീവ് നമ്മൾ ലാസ്റ്റ് ടൈം സംസാരിച്ചെന്ന് തോന്നുന്നു. അതിന്റെ നമുക്കത് പോസിറ്റീവ് അല്ലെങ്കിൽ ട്രെൻഡ് റിവേഴ്സൽ ആണെന്ന് പറയാനായിട്ട് കഴിയാതിരുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഇപ്പൊ വീണ്ടും ഒരു സപ്പോർട്ട് സോണിലേക്ക് 600 എന്നുള്ള ആ സപ്പോർട്ട് സോണിലേക്ക് വീണ്ടും സ്റ്റോക്ക് വരികയാണ്. ഇപ്പൊ ഇതൊരു ഡബിൾ സപ്പോർട്ട് അല്ലെങ്കിൽ ഡബിൾ ഡിപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലേക്കാണ് ഈ സ്റ്റോക്സിന്റെ ഇൻട്രാഡേ അല്ലെങ്കിൽ ഡേ ചാർട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വാച്ച് ചെയ്യാൻ കഴിയുന്നത്. സോ ഇവിടെ വീണ്ടും ഒരു വെയിറ്റ് ആൻഡ് വാച്ച് എന്നുള്ള സിറ്റുവേഷൻ തന്നെയാണ് നല്ലത്. ബട്ട് എന്തെങ്കിലും റിവേഴ്സൽ കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോസിറ്റീവ് ആണ്. ഇത് കുറെ കാലമായിട്ട് ഡൗൺ ട്രെൻഡിലുള്ള ഒരു സ്റ്റോക്സ് ആണ്. അപ്പൊ ആ ഡൗൺ ട്രെൻഡിന്റെ എവിടെയാണ് അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് നമ്മളിപ്പോ വാച്ച് ചെയ്യേണ്ടത്. അപ്പൊ ആ സ്റ്റോക്സിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ്നെസ് അല്ലെങ്കിൽ സൈഡ് വേസ് മൂവ്മെന്റോ വരുന്നുണ്ടെങ്കിൽ നമുക്കത് പോസിറ്റീവായിട്ട് വാച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ലെവലായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. എന്റെ ലെവലിൽ ഇപ്പോൾ 600 അല്ലെങ്കിൽ 560 എന്നൊക്കെ പറയുന്ന ഒരു ലെവലിൽ വളരെ നല്ലൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. ഞാൻ വളരെ പോസിറ്റീവായിട്ട് പറയുന്നില്ല, ബട്ട് അവിടെയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു സൈഡ് വേസ് ട്രെൻഡുകളിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഇപ്പൊ കാണുന്നത്. കാരണം ഒരു ഡൗൺ ട്രെൻഡിൽ നിന്ന് ഇമീഡിയറ്റ് ഒരു പോസിറ്റീവ് മൊമെന്റം നമുക്ക് ടെക്നിക്കലി എക്സ്പെക്ട് ചെയ്യാനായിട്ട് കഴിയില്ല. സോ അപ്പോൾ റിക്കവറി എന്ന് പറയുന്നത് സൈഡ് വേസ് ആയിരിക്കും, പ്രത്യേകിച്ച് ഇതുപോലുള്ള വലിയ സ്റ്റോക്സുകളിൽ. അപ്പോൾ ഈ 560 600 എന്ന് പറയുന്ന രണ്ട് ലെവലുകൾ ഇപ്പോൾ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യുക. അതിനുശേഷം നമുക്ക് അടുത്ത ലെവലുകൾ വരുമ്പോഴേക്കും നമുക്ക് പുതിയ അപ്ഡേഷൻസ് കൊടുക്കാവുന്നതാണ്.
യെസ് സർ. അതോടൊപ്പം തന്നെ മസഗൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് 6.5% ഒരു ഇടിവിലേക്ക് സ്റ്റോക്ക് പോയിട്ടുണ്ട്. ഇപ്പോൾ 2560 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. മസഗൺ ഡോക്കിനെ സംബന്ധിച്ചിടത്തോളം പറയാനൊരുങ്ങുന്നത്, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഓഹരികൾ വിൽക്കാൻ ഒരുങ്ങുകയാണ് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് എന്നുള്ളതാണ്. 4.83% വരെ ഓഹരികൾ ഒഴിവാക്കുകയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും. നിലവിലെ ഈ ഒരു നടപടിയുടെ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് സ്റ്റോക്ക് ഇന്നൊരു വീഴ്ചയിലേക്ക് പോയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. നിലവിൽ ഈ സ്റ്റോക്കിൽ നിർണായകമാകുന്ന ലെവൽസ് ഏതൊക്കെയാണ്? ഒപ്പം മസഗൺ ഡോക്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി. മസഗൺ ഡോക്കിനെ സംബന്ധിച്ചിടത്തോളം ന്യൂസ് വരുന്നതെല്ലാം തന്നെ 2700 എന്ന് പറയുന്ന ലെവലിലേക്ക് വരുമ്പോഴാണ് അതിന് സഡൻലി അല്ലെങ്കിൽ നെഗറ്റീവ്ലി മാർക്കറ്റ് ഫോള് ഇതൊക്കെ കൊണ്ട് അതിന് ഡൗണിലേക്ക് പോകാനുള്ള സാധ്യത വരുന്നത്. പിന്നെ ഈ എപ്പോഴൊക്കെയാണ് 2700 എന്ന് പറയുന്ന വലിയ മാർക്ക് വലിയ പ്രതീക്ഷയോടുകൂടി ഓവർകം ചെയ്യാവുന്ന ലെവലിലേക്ക് കയറി വരുമ്പോഴേക്കും അവിടെ നിന്ന് പ്രോഫിറ്റ് ബുക്കിംഗ് വരുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് ആ സ്റ്റോക്കിൽ കാണാൻ കഴിയുന്നത്. അഗെയിൻ ഇതൊരു 6 hour മോഡൽ അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെന്റ്സിൽ ഉള്ള ഒരു സ്റ്റോക്സ് ആണ്. 2000 and 2700 എന്ന് പറയുന്ന രണ്ട് ലെവലുകൾ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സ്വിംഗ് ട്രേഡിംഗിന് നോക്കാവുന്ന സ്റ്റോക്സ് ആണ്. 2700 and 2000 ലെവലില് ഒരു ഷോർട്ട് ടൈം വ്യൂ നോക്കുകയാണെങ്കിൽ സ്വിംഗ് ട്രേഡിംഗിന് പറ്റിയ സ്റ്റോക്സ് ആണ്. ബട്ട് ഈ ഏത് ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നതാണ് നമ്മൾ ക്രൂഷ്യലായിട്ട് വാച്ച് ചെയ്യേണ്ടത്. അതർ നമ്മൾ 2000 ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ 2700 ലെവലാണോ ബ്രേക്ക് ചെയ്യുന്നത്, ഏത് ലെവലാണ് ബ്രേക്ക് ചെയ്യുന്നത് എന്നതാണ്. ബ്രേക്ക് ഓർ മേക്ക് എന്ന് പറയുന്ന സിറ്റുവേഷനിലാണ് ഈ സ്റ്റോക്സ് ഇപ്പോൾ നിൽക്കുന്നത്. ഈ ഒരു രണ്ട് ലെവലുകൾ വളരെ ക്രൂഷ്യലാണ്. ഈ ലെവലിൽ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വളരെ പോസിറ്റീവ് സൈഡ് ആണെങ്കിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള വളരെ ലോങ് ടൈം എഫക്ട് ഉണ്ടാവും. അതേപോലെ ഡൗൺ സൈഡ് ആണെങ്കിലും അതുപോലെ തന്നെ നെഗറ്റീവ് ആയിട്ടുള്ള വലിയ ഇമ്പാക്ട് ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്റ്റോക്സ് ആണ്. സൂരജ് സാർ, ഏതായാലും കുറച്ച് അപ്ഡേറ്റ്സ് സാറിന്റെ കയ്യിൽ റെഡിയാണ്. നമുക്ക് അതിന്റെ ഒരു ഡീറ്റെയിൽസിലേക്ക് തന്നെ കടക്കേണ്ടതുണ്ട്. ജാസ്മിൻ, അപ്ഡേറ്റ്സിനെക്കാട്ടിലേ നമുക്ക് എപ്പോഴും നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഇന്നലെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പറഞ്ഞിരുന്നു. അതായത് ഇന്നലത്തെ മാർക്കറ്റ് മൂവ്മെന്റ് നമ്മൾ ഇത്തിരി സ്കെപ്റ്റിസിസമോടുകൂടിയാണ് നമ്മൾ കാണുന്നതെന്ന്. കാര്യം എന്നറിയോ, ഇന്നലെ നമ്മൾ ആലോചിച്ചത് കംപ്ലീറ്റ് ഈ ടാരിഫും ട്രംപും US-ഉം എത്രയാണ് ഫിഗർ എന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ റിയാലിറ്റിയിലേക്ക് നമ്മൾ കടന്നു എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ നമ്മൾ നന്നായിട്ട് വാൺ ചെയ്തിരുന്നു. നമ്മൾ എന്ന് പറഞ്ഞാൽ ക്യാഷിൽ പോകാൻ നല്ല നമ്മൾ പറഞ്ഞു, നമുക്കത് പറയാനുള്ള അധികാരവും ഇല്ല. അതൊക്കെ നമ്മൾ പേഴ്സണലി ചെയ്യാമെന്നല്ല, നമുക്ക് ആരോടും പറയാൻ പറ്റില്ല. ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്നറിയോ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഈ US-ലേക്കുള്ള ടാരിഫൊന്നുമല്ല, മറ്റുള്ള കൺട്രിയിൽ നിന്ന് വരുന്ന ഓവർ കപ്പാസിറ്റി എങ്ങനെ നമ്മൾ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഇപ്പോൾ ഹിൻഡാൽക്കോ, ഇപ്പോൾ മെറ്റലിൻ്റെ കാര്യം അനീഷ് വളരെ ക്ലിയർ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തില്ലേ ടെക്നിക്കൽ. ഈ ഹിൻഡാൽക്കോ എന്ന് പറയുന്ന കമ്പനി മെയിൻലി 2 മെറ്റലാണ് ഡീൽ ചെയ്യുന്നത്. ഒന്ന് അലൂമിനിയം, ഒന്ന് കോപ്പർ. അവരുടെ അലൂമിനിയത്തിന്റെ ഏറ്റവും നല്ല കപ്പാസിറ്റി ഉള്ളത് നൊവേലിസ് എന്ന് പറഞ്ഞ അമേരിക്കൻ കമ്പനി തന്നെയാണ് അവരുടെ സബ്സിഡറി. അവിടെ എന്താ ചെയ്യണത്, ഈ കോക്ക് അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സി പോലത്തെ ക്യാനുകൾ എടുത്ത് റീസൈക്ലിംഗ്, വേൾഡിലെ വൺ ഓഫ് ദ ലാർജസ്റ്റ് അലൂമിനിയം റീസൈക്ലിംഗ് കമ്പനിയാണ് നൊവേലിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി അലൂമിനിയം മെറ്റലിന് ഇനി എന്ത് പ്രോബ്ലം വെച്ചാലും ഹിൻഡാൽക്കോയ്ക്ക് നൊവേലിസ് ഉപയോഗിച്ച് ലോക്കലി US ട്രേഡിനെ മാനേജ് ചെയ്യാൻ പറ്റും. അതായത് വേറെ ടാരിഫിനെ കുറിച്ചൊന്നും പേടിക്കണ്ട ഹിൻഡാൽക്കോന്. എന്ത് ഈ ടാരിഫ് പുറത്തുനിന്ന് വരുന്ന സാധനങ്ങൾക്കാണല്ലോ, മെറ്റൽസിനാണല്ലോ ഈ ടാരിഫ് US വെക്കുന്നത്. അലൂമിനിയത്തിൽ നിന്ന് പുറത്തുനിന്നുള്ളത് വയ്ക്കുകയാണെങ്കിൽ ഹിൻഡാൽക്കോന്റെ സബ്സിഡറി ആയ നൊവേലിസിന് അത് ബെനിഫിഷ്യലാണ് അവിടെ. എന്നാൽ കോപ്പറിന്റെ കാര്യങ്ങൾ നേരെ ഹിൻഡാൽക്കോയിലാണ് ഈ പറയുന്ന പോലെ കിടക്കുന്നത്. ഓക്കെ, അതായത് ലോക്കലി ഇന്ത്യയിലാണ് കിടക്കുന്നത്. കോപ്പറിന് അമേരിക്ക ഒരു ടാരിഫും വച്ചിട്ടുമില്ല. എന്നിട്ട് എന്തുകൊണ്ടാണ് ഹിൻഡാൽക്കോ ഇന്ന് 6% താഴെ പോയത്? അതാണ് പറയുന്നത്. ഈ പറയുന്ന പോലെ മറ്റുള്ള കൺട്രികളിൽ നിന്ന് വന്ന് ഡംപിംഗ് ആണ് നമുക്ക് വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് നമ്മൾ തിരിച്ചും മറിച്ചും ഇന്നലെയും ഇന്നും നമ്മൾ ആവർത്തിച്ച് പറയുന്നു. ഇപ്പോൾ സ്റ്റീലിൻ്റെ കാര്യത്തിന് നേരത്തെ തന്നെ ഇതിനൊരു ടാരിഫ് വച്ചതാണല്ലോ. ഈ പറയുന്ന പോലെ April 2 ഈ ടാരിഫിന്റെ ബില്ല് കൊണ്ടുവരുന്നതിന് മുമ്പേ ട്രംപ് കയറിയോടൻ തന്നെ ഈ സ്റ്റീലിന് നേരത്തെ വെച്ചതാണല്ലോ. എന്നിട്ട് അധികം വലിയ കൊമോഷൻ ഒന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായില്ലല്ലോ. ഇപ്പം എന്ത് പറ്റി സ്റ്റീലിൻ്റെ കാര്യത്തിന് താഴോട്ട്? കാരണം ഇപ്പോൾ വേറൊന്നുമില്ല, ഇപ്പോൾ ഓട്ടോ കമ്പോണൻസ് ഒരുപാട് സ്റ്റീൽ കൺസ്യൂം ചെയ്യുന്ന ഒരു സെക്ടറാണ്, റൈറ്റ്? ഇപ്പോൾ ഓട്ടോ കമ്പോണൻസിന്റെ കാര്യത്തിൽ അവർ ഭയങ്കരമായിട്ട്, ഇപ്പോൾ നമ്മുടെ പ്രോബ്ലം എന്നറിയോ, ഇങ്ങനെ ടാരിഫിന്റെ പ്രോബ്ലം നിലനിൽക്കുമ്പോൾ നമ്മുടെ ഇവിടെ ഒരു കമ്പനീസും പുതിയ കപ്പാസിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് എന്തിനാണ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ ചാൻസ് ഇല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനിൽ നമ്മൾ ഇരിക്കും. ഇപ്പം ഞാനാണ് ഒരു കമ്പനി എന്ന് വിചാരിക്കുക, ഒരു ഓട്ടോ കമ്പോണന്റ് കമ്പനിയാണെങ്കിൽ ഞാൻ ആദ്യം ആലോചിക്കുന്നത് എന്താ, നമ്മൾ എന്തിനാണ് ഇനി ആവശ്യമില്ലാതെ ഗ്ലോബൽ ക്ലാരിറ്റി കിട്ടാതെ നമ്മൾ കപ്പാസിറ്റി ആഡ് ചെയ്യുന്നത്? ഒന്ന്. രണ്ടാമത്, അടുത്ത കാലത്തേക്ക് സ്റ്റീല് നമുക്കൊന്ന് മേടിക്കണ്ട, നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കാം.
ഇതെല്ലാം കൂടെ നിൽക്കുന്ന സമയത്തിന്, അതായത് ഓട്ടോ കമ്പോണന്റ് കമ്പനിയുടെ ഇന്ന് സ്റ്റീലിന്റെ കൺസംഷൻ ഭയങ്കരമായിട്ട് കുറയും. ഇത് കൂടാതെ തന്നെ പുറത്തുനിന്നുള്ള, അതായത് ചൈന, കൊറിയ, ജപ്പാൻ, വിയറ്റ്നാം, ഇവിടുന്നുള്ള സ്റ്റീൽ ഇന്ത്യയിലേക്ക് ഡംപ് ചെയ്യാനുള്ള ചാൻസസും ആയി. ഇത് തന്നെയാണ് നമ്മുടെ മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് US അല്ല ഇന്ന് റിഫ്ലക്ട് ചെയ്യുന്നത്. പ്രേക്ഷകരെ ശ്രദ്ധയ്ക്ക് ഞങ്ങൾ വീണ്ടും ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ തെറ്റാം ശരിയാവാം. നമ്മൾ ഇന്നലെയും നമ്മൾ കോഷൻ ചെയ്തിരുന്നു, ഈ പ്രശ്നം കംപ്ലീറ്റ് US ആയിട്ടുള്ള പ്രശ്നമല്ല. US-ലെ പ്രശ്നം കോമൺ ആയിട്ട് എല്ലാവരും എഫക്ട് ചെയ്യുന്നതാണ്. ഈ രാജ്യത്ത് എല്ലാവർക്കും, അല്ലെങ്കിൽ ഈ ലോകത്ത് എല്ലാവർക്കും 5 വയസ്സ് കുറയും എന്ന് പറഞ്ഞാൽ എനിക്കും കുറയും, നിങ്ങൾക്കും കുറയും, ജാസ്മിനും കുറയും, കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും കുറയും. അതൊരു ഈവൻ പ്ലേയിങ് ഫീൽഡാണ്. ഇവിടെ പ്രശ്നം വരുന്നത് മറ്റിടത്ത് ഉണ്ടാവുന്ന മറ്റുള്ള രാജ്യങ്ങൾ, ഈ ട്രംപിന്റെ US ടാരിഫ് കൊണ്ടുണ്ടാവുന്ന മറ്റുള്ള അടുത്തുനിന്ന് അൺയൂസ്ഡ് ആയിട്ടുള്ള കപ്പാസിറ്റി അവർ ഏതൊക്കെ കൺട്രിയിലേക്ക് അവർ ഡംപ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം. ഇന്ത്യ ഫേസ് ചെയ്യാൻ പോകുന്നതും അങ്ങനത്തെ പ്രോബ്ലം തന്നെയാണെന്നുള്ളത്. കാര്യം നമ്മളിപ്പോൾ ആലോചിച്ച് വെച്ചിരുന്നത് എന്താ, ഇപ്പോൾ US-ൽ എന്തെങ്കിലും അഡ്വേഴ്സ് ആയിട്ടുള്ളൊരു ഇമ്പാക്റ്റ് വരികയാണെങ്കിൽ നമുക്ക് ചൈനയായിട്ടും നമുക്ക് മറ്റുള്ള രാജ്യങ്ങളായിട്ടും നമുക്ക് എക്സ്പോർട്ടും ഇമ്പോർട്ടും കൂട്ടാം. EU ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ചൈനയുടെ പ്രീമിയർ ഒരു പക്ഷേ അദ്ദേഹം വലിയൊരു സ്റ്റേറ്റ്മെന്റ് നടത്തി, നമ്മൾ ഈ ബോർഡർ ഡിസ്പ്യൂട്ട്സ് പോലെ ചെറിയ കാര്യങ്ങൾ സംസാരിക്കരുത്, നമുക്ക് ഒരുപാട് ട്രേഡ് ചെയ്യാനുണ്ടെന്ന്. അത് ആർക്കാണ് ഇപ്പോൾ ഗുണം വരുന്നത്? നമുക്കല്ല, ചൈനയ്ക്കാണ് ഗുണം വരാൻ പോകുന്നത് എന്നുള്ള കാര്യം. അവരുടെ എക്സസ് കപ്പാസിറ്റി നമ്മളിലേക്ക് തള്ളപ്പെടാം എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ ഇതാണ് ഇന്നലെ നമ്മൾ മാർക്കറ്റിൽ വീണ്ടും നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഇന്നലെ എന്തായിരുന്നു, മറ്റുള്ള നമ്മൾ എല്ലാ സ്പോക്സ് പേഴ്സൺസും പറഞ്ഞത് എന്താ, ഫാർമ രക്ഷപ്പെട്ടിരിക്കുന്നു. ഇന്നലെ ഓരോ കമ്പനികളും 5%, 6% ഒക്കെ പോയപ്പോഴും നമ്മൾ പറഞ്ഞു, നിങ്ങൾ വെയിറ്റ് ചെയ്ത് മാത്രം നിങ്ങൾ ഇതിനകത്തൊരു ഡിസിഷൻ എടുക്കുക. ഇന്ന് ഫാർമ അൺഫോർച്ചുനേറ്റ്ലി എനിക്കറിയാം ഫാർമയുള്ള ഇഷ്ടംമാതിരി ഇൻവെസ്റ്റേഴ്സിന് ഇഷ്ടപ്പെടില്ല എന്നറിയാം. ഇന്ന് 5%, 6% പല കമ്പനികളും ഡൗട്ടാണ്. ഞാൻ ഇന്നലെ പറഞ്ഞു, ഇന്നലെ ഇൻഡെക്സ് 6% ഉണ്ടാവും. ഈ സിപ്ല എന്ന് പറയുന്ന കമ്പനിയുടെ പ്രത്യേകത, സിപ്ലയുടെ ഒരു സിഇഒന്റെ ടോക്കിനെ കുറിച്ചും ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. അതായത് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ടാരിഫ് വന്നാൽ പോലും ഞങ്ങളെ പോലത്തെ ഒരു കമ്പനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. കാര്യം ഞങ്ങൾക്ക് ഹിൻഡാൽകോന് നോവേലിസ് അമേരിക്കയിലുള്ള പോലെ സിപ്ലയ്ക്ക് അവരുടെ കപ്പാസിറ്റിയും അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റിയും US-ൽ റെഡിയാണ്. അപ്പൊ അതേപോലെ പുറത്തുനിന്ന് വരുന്ന ഈ പറയുന്ന പോലെ ജനറിക് ഡ്രഗ്സിന് ഒരു ടാരിഫ് വയ്ക്കുകയാണെങ്കിൽ സിപ്ലയ്ക്ക് അവിടുത്തെ ഫാക്ടറി, US ഫാക്ടറിയിൽ നിന്ന് തന്നെ ഇത് കേറ്റർ ചെയ്യാൻ പറ്റും. ആ സിപ്ലയ്ക്ക് ഇന്നലെ മൂവ്മെന്റ് മാർക്കറ്റിൽ വന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ കോഷൻ ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഈ ഫാർമ സെക്ടറിലെ മൂവ്മെന്റുകൾ നമ്മൾ കുറച്ച് വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട്, അതിൽ നെഗറ്റീവ് ആവണം എന്നല്ല പറഞ്ഞു, വിത്ത് എ പിഞ്ച് ഓഫ് സോൾട്ട് എന്നുള്ളത്. ഇന്ന് സിപ്ലയും ഡൗൺ ആണെന്നുള്ള. അപ്പൊ എന്തുകൊണ്ടാണ് ഇപ്പൊ ഫാർമയ്ക്ക് ഒരു രീതിയിൽ നെഗറ്റിവിറ്റി ഇല്ലല്ലോ ഈ ടാരിഫിന്? എന്തുകൊണ്ടാണ് ആ പ്രോബ്ലം വരുന്നത്? എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഈ പറയുന്ന പോലെ ജനറിക് ഡ്രഗ്സ് മാനുഫാക്ചറിങ്ങിന് നമുക്ക് ഒരുപാട് റോ മെറ്റീരിയൽസിന്റെ ആവശ്യമുണ്ട്. ഈ റോ മെറ്റീരിയലായിട്ടുള്ള കെമിക്കൽസും മറ്റേതും ഒക്കെ നമുക്ക് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. റൈറ്റ്? ഈ കാര്യങ്ങളും കൂടെ ചേർത്ത് വെച്ച് വേണം നമ്മൾ ഓരോ സെക്ടറിനെയും വായിക്കുന്നത്. ഇന്ത്യ അമേരിക്ക എന്നുള്ളത് ഒറ്റ കണ്ണുകൊണ്ട് മാത്രം നമ്മൾ കാണേണ്ടത്. ഇന്ത്യ അമേരിക്ക ഒരു കണ്ണി കൂടെ കാണുക. അതുകൂടാതെ ഇന്ത്യയും മറ്റുള്ള രാജ്യങ്ങളും തമ്മിലുള്ള ട്രേഡ് ഇംബാലൻസും കൂടെ മനസ്സിൽ വെച്ച് കറൻസിയുടെ ഫ്ലക്ച്വേഷൻസും കൂടെ ആലോചിച്ചിട്ട് വേണം നമ്മൾ മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ. ഈ ഒരു ഒറ്റ റീസൺ കൊണ്ടാണ് നമ്മൾ ഒരു 2-3 ദിവസം ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണമെന്ന് നമ്മൾ 2-3 ദിവസമായിട്ട് വളരെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അല്ലാണ്ട് നമ്മൾ നെഗറ്റീവും അല്ല ഓപ്റ്റിമിസ്റ്റിക്കും അല്ല. ഞങ്ങൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, ഞങ്ങൾ എന്നും നിങ്ങളുടെ സൈഡാണ്. എ മണി സേവ്ഡ് ഈസ് എ മണി ഏൺഡ്. അപ്പൊ ഇന്ന് മാർക്കറ്റിൽ ഏത് സ്റ്റോക്ക് മേടിക്കണം? ഇപ്പൊ ഇന്നലെ ആയിരുന്നെങ്കിൽ എല്ലായിടത്തും റെക്കമെൻഡേഷൻ എന്താ, ഫാർമ മേടിച്ചോളൂ. ഇപ്പൊ ഫാർമയുടെ ഗതി എന്താ എന്നുള്ളതാണ്. അപ്പൊ ഇത് ചിലപ്പോൾ ഫാർമ തന്നെയായിരിക്കും നാളെ ഇവിടുന്ന് തിരിയുന്നത്. ഇത് എന്താണെന്നുള്ള മാർക്കറ്റിൽ ഇതിനകത്ത് ഒരുപാട് സ്പെക്കുലേറ്റേഴ്സ്, ഈ ഓപ്പറേറ്റേഴ്സും ഈ ഒരു അൺസർട്ടനിറ്റി യൂട്ടിലൈസ് ചെയ്യും. ചിലപ്പോൾ നാളെ സെക്ടറിൽ നന്നായിട്ട് വരുന്നത് ഫാർമ തന്നെ ആയിരിക്കാം, ചിലപ്പോൾ അത് തന്നെ ആയിരിക്കാം ലോങ്ങർ ടേമിൽ നന്നായിട്ട് വരുന്നത്. ബട്ട് ഇപ്പോഴത്തെ ഈ അൺസർട്ടനിറ്റി ഏറ്റവും ഫേവറബിൾ ആയിട്ട് എടുത്ത് മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്നത് കംപ്ലീറ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ആ ഓപ്പറേറ്റേഴ്സ് നിറഞ്ഞാടിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. അതിന് എല്ലാ കാര്യങ്ങളും അവർക്ക് അനുകൂലമാണ്. മാർക്കറ്റ്സിലെ ഫ്ലക്ച്വേഷൻ, മെറ്റൽ ഇൻഡെക്സിലെ ഫ്ലക്ച്വേഷൻ, കമോഡിറ്റീസിന്റെ ഫ്ലക്ച്വേഷൻ, പ്രഷ്യസ് മെറ്റൽസ് ആയ ഗോൾഡിലെ ഫ്ലക്ച്വേഷൻസ്, കറൻസി ഫ്ലക്ച്വേഷൻസ്, ഇങ്ങനെ എല്ലാ വേരിയബിളും കൂടെ ആക്ട് ചെയ്യുമ്പോൾ ഒരുപാട് അൽഗോരിതമിക് ട്രേഡും ഒരുപാട് ഓപ്പറേറ്റിംഗ് ട്രേഡ്സും ഇതിൻ്റെ ഇടയിൽ നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പാവപ്പെട്ടവരായ വളരെ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള നമ്മൾ ഇതിനകത്ത് ചെന്ന് പെടാതിരിക്കുക എന്നുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. യെസ്, ഏതായാലും നമുക്ക് ഫാർമ മേഖലയിലേക്ക് തന്നെ സാറ് പറഞ്ഞു നിർത്തിയെടുത്ത് തന്നെ തുടങ്ങാം. ഫാർമ മേഖലയെ സംബന്ധിച്ചിടത്തോളം ജാസ്മിൻ ഒരു കാര്യം കൂടെ, സോറി ഞാൻ ഇന്ററപ്റ്റ് ചെയ്യുന്നതിൽ, വോഡാഫോൺ
വോഡാഫോൺ ഗവൺമെന്റ് 10 റുപ്പീസിന് മേടിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 6 രൂപ 80 പൈസയിലോ എങ്ങാണ്ട് കിടന്ന സ്റ്റോക്ക് ഭയങ്കരമായിട്ട് 2 സർക്യൂട്ട് അടിച്ച് 20% വരും. ഇന്ന് വോഡാഫോൺ ഡൗൺ ആണെന്നാണ് മനസ്സിലാക്കിയത്. അതായത് ഞാൻ പറഞ്ഞില്ലേ, മാർക്കറ്റിൽ ഒരു നെഗറ്റിവിറ്റി വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ഈ പറയുന്ന പോലെ ഒരു കാരണമായിരിക്കാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് നമ്മൾ ഈ പറയുന്ന ന്യൂസ് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ഒന്ന് കുറച്ചിട്ട് ഫണ്ടമെന്റലി സ്ട്രോങ് ആയിട്ടുള്ളതും അതിൻ്റെ എന്നാണ് ടെക്നിക്കലി ബ്രേക്ക്ഔട്ട് വരുന്ന സ്റ്റോക്കുകളും നമ്മൾ നോക്കി പോകാനായിട്ട് ഇനിയെങ്കിലും നമ്മളൊന്ന് കുറച്ച് ശ്രദ്ധ ചെലുത്തേണ്ടതാണെന്ന് പറഞ്ഞു വയ്ക്കുന്നു. അനീഷ് ചന്ദ്രൻ സാറിലേക്ക് പോകേണ്ടതുണ്ട്. നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം സാർ 6% കൂടുതലുള്ള ഒരു ഇടിവ് ഇന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ ഫാർമ മേഖലയിൽ റാലി ആയിരുന്നെങ്കിൽ ഇന്നൊരു ക്രാഷ് തന്നെയാണ് എന്ന് തന്നെ പറയാം. ഓറോബിന്ദ ഫാർമയടക്കം 10% കൂടുതലുള്ള ഒരു വീഴ്ചയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. നിഫ്റ്റി ഫാർമയുടെ അണ്ടർടോൺ നിലവിൽ എങ്ങനെയാണുള്ളത്? ഇതില് ട്രെൻഡ് പോസിറ്റീവായിട്ട് തന്നെയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു ദിവസത്തെ ഒരു കറക്റ്റീവ് മൂവ്മെന്റ്സ് അത് വെച്ചിട്ട് നമുക്കൊന്നും തന്നെ പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാരണം ഇന്നലെയും പോസിറ്റീവ് ആയിരുന്നത് ഒന്നൊരു ന്യൂട്രൽ സോണിലേക്ക് വന്നു എന്ന് മാത്രമാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. സോ എനിക്ക് എക്സ്പെക്ടേഷൻ അതിൽ കുറെ വോളിയൂംസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ സ്റ്റോക്സിൽ കഴിഞ്ഞ കുറച്ച് ദിവസം വന്നിട്ടുള്ള പോസിറ്റീവ് ട്രെൻഡ് അവിടെ നിലനിൽക്കാനും സാധ്യതയുണ്ട്. ചില സ്റ്റോക്സുകളിൽ നല്ല മൂവ്മെന്റ്സ് വന്നിട്ടുണ്ട്. അതിന് മുമ്പ് തന്നെ കുറെ സ്റ്റോക്സുകൾ, അതായത് നട്കോ ഫാർമ അതുപോലുള്ള സ്റ്റോക്സുകൾ നല്ലതുപോലെ കറക്റ്റ് ചെയ്തിരുന്നു. ബട്ട് ഫ്രണ്ട് ലൈൻ സ്റ്റോക്സുകളൊക്കെ തന്നെ പോസിറ്റീവായിട്ട് റിയാക്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇതൊരു മിക്സഡ് ട്രെൻഡിലാണ് ഈ നിഫ്റ്റി ഫാർമ ഇൻഡെക്സ് മുകളിലോട്ട് വന്നത്. ഇന്നത്തെ ഒരു കറക്ഷൻ വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒന്നും പറയാറായിട്ടില്ല. ബട്ട് ഇത് ഇപ്പോഴും ഒരു ട്രെൻഡിൽ നോക്കുകയാണെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രെൻഡ് അത് പോസിറ്റീവായിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇന്നത്തെ ട്രെൻഡ് വെച്ചിട്ട് നമുക്ക് അതിന്റെ ഡൗൺ ട്രെൻഡ് ആണെന്ന് പറയാനോ റിവേഴ്സൽ ആണെന്ന് പറയാനോ ഇതുവരെ പറ്റാത്തൊരവസ്ഥയിലാണ്. ഇന്നത്തെ നിഫ്റ്റിയുടെ ഒരു ടോപ്പ് ലോസർ പട്ടിക പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ സംസാരിച്ച ടാറ്റ മോട്ടോഴ്സ്, പ്രധാനപ്പെട്ട ഓയിൽ ഗ്യാസ് മേഖലകളിലെ സ്റ്റോക്കുകൾക്കപ്പുറത്തേക്ക് ഹിൻഡാൽകോ കൂടി എത്തുന്നു. 4% ഒരു ഇടിവാണ് ഹിൻഡാൽകോയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ രേഖപ്പെടുത്തുന്നത്. 645 രൂപ എന്നുള്ളൊരു നിലവാരത്തിലാണ് ഹിൻഡാൽകോ ഇപ്പോൾ 609 രൂപ എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുകയാണ്. ഹിൻഡാൽകോയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇയർ ടു ടിൽ ഡേറ്റിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടങ്ങളൊന്നും തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു സ്റ്റോക്കിന്റെ അണ്ടർടോൺ എങ്ങനെയാണുള്ളത്? ഈ വർഷം അത് ഈ വർഷമല്ല, കഴിഞ്ഞ വർഷം ആണെങ്കിൽ 2024 ലെവലിലാണെങ്കിൽ പോലും അതിന്റെ സെക്കൻഡ് ഹാഫ് മുതൽ വലിയ പെർഫോമൻസ് ഒന്നും തന്നെ കാഴ്ചവെച്ചിട്ടില്ല എന്നതാണ് ഈ ഡെയിലി ചാർട്ട് നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 560 എന്ന് പറയുന്ന ലെവലിലാണ് ഇതൊരു സപ്പോർട്ട് സോൺ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. എഗെയിൻസ്റ്റ് രണ്ട് സമയം അവിടെ വന്നു ഡബിൾ ബോട്ടം എന്നുള്ള ലെവൽ ഫോം ചെയ്തത് തേർഡ് ടൈം ആ ഒരു 560യിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്സ് ആണ്. നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ട്രെൻഡ് ഇല്ല, അതിനൊരു സൈഡ് ബേസ് എന്ന് പറയാനും ഇല്ല. ബട്ട് ഇതൊരു 560യിൽ വന്ന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് മൊമെന്റ്സ് തരുന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം പോസിറ്റീവ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സ്ഥിതിയിൽ വെയിറ്റ് ചെയ്യുക. കാരണം ഈ കറക്ഷൻ തുടങ്ങിയത് ഇന്നലെയല്ല, 720ൽ നിന്നുള്ള കറക്ഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കറക്റ്റീവ് ആക്ഷൻസ് ഇന്ന് കൂടുതൽ ആയിട്ടുണ്ട് എന്നുള്ളത്. ഈ താരിഫ് വന്നതിന് ശേഷം ഇന്നലെ കുറച്ച് വലിയ മൂവ്മെന്റ്സ് ഒന്നും വന്നിട്ടില്ല. ഇന്ന് വലിയൊരു മൂവ്മെന്റ്സ് വന്നു എന്ന് തന്നെ പറയാം. ഈ താരിഫ് വരുന്നതിന് മുമ്പൊക്കെ തന്നെ ആന്റിസിപ്പേറ്ററി ആയിട്ടുള്ള ആ ഷെയറിന്റെ കറക്റ്റീവ് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്തതാണ്. അത് ഒരു 560, 600, 560 എന്നുള്ള ലെവലിൽ കൺസോൾട്ടേറ്റ് ചെയ്യുമെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നത്. എനിവേ താങ്ക് യു സോ മച്ച് അനീഷ് സാർ. ഒരുപാട് സ്റ്റോക്കിന്റെ ഫണ്ടമെന്റൽസും അതോടൊപ്പം തന്നെ ടെക്നിക്കൽ ആയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഒക്കെ തന്നെ അദ്ദേഹം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഓപ്പണിംഗ് ആഴ്സിന്റെ ഇന്നത്തെ ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. താരിഫ് എഫക്റ്റ് തന്നെയാണ്, ട്രംപിന്റെ ഒരു താരിഫ് എഫക്റ്റ് ഇപ്പോൾ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 316 പോയിന്റിലധികം ഒരു ഇടിവിലേക്ക് നയിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. പ്രധാനപ്പെട്ട സെക്ടറുകളുടെ ഒക്കെ തന്നെ നടുവൊടിഞ്ഞിരിക്കുന്നു. ചാടിക്കേറി ഡിസിഷൻസ് എടുക്കാതിരിക്കുക, വെയിറ്റ് ആൻഡ് വാച്ച് നിലപാട് സ്വീകരിക്കുക എന്ന് തന്നെയാണ് പല അനലിസ്റ്റുകളും സൂചിപ്പിക്കുന്നത്. അത് തന്നെ ഞങ്ങളും ആവർത്തിക്കുകയാണ്. ഏതായാലും ഈ ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. കൂടുതൽ മാർക്കറ്റിന്റെ അപ്ഡേറ്റ്സും സ്റ്റോക്ക് സ്പെസിഫിക് വാർത്തകളുമായിട്ട് ഞങ്ങളുടെ റിസർച്ച് ഡെസ്ക് നിങ്ങളോടൊപ്പം ഓരോ മണിക്കൂറിലും ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ.